പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വലിയൊരു അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ഈവനിങ് സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവെ. ഞങ്ങൾ അനേക ദൈവമക്കളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നു. അത് ഞങ്ങളിൽ വിശ്വാസവർദ്ധനവിന് കാരണമായി തീരുന്നു. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അവിടെ നിന്ന് ജീവിക്കുന്നതെന്ന് പിന്നെയും അനുഭവിച്ചറിവാൻ തൊക്കണം നിൻ്റെ മക്കളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. സഹായിച്ചിട്ട് ഇന്ന് രാത്രിയിൽ നടക്കുന്ന ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണം. ആയിരിക്കുന്നിടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സാധാരണമാകുന്ന ഒരു സാന്നിധ്യം വെളിപ്പെടണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ നിമിഷം മുതൽ ഈ വീഡിയോ അവസാനിക്കുന്ന നിമിഷം വരെ ഓരോ നിൻ്റെ മക്കളുടെ മേലും കൃത്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലുണ്ടാകണം. അങ്ങനെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല മാനമോഹത്തോടെ തെക്കിത്തരുന്നു. അവിടുന്ന് പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യമായിട്ട് കടന്നു വന്നിരിക്കുന്നത് പ്രിയ സിസ്റ്റർ ദീപ്തി അനിയാണ്. കുവൈറ്റിൽ നിന്ന് പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, ഇപ്പം ലൈവിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കുവൈറ്റിൽ അല്ലേ? അതെ അതെ, ഞാൻ കുവൈറ്റിലാണ്. വർഷങ്ങളായോ കുവൈറ്റിലായിട്ട്? കുവൈറ്റിൽ ഞാൻ 2003 വന്ന. 2002 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2003 ഞങ്ങളുടെ വന്നു. ഓ സ്തോത്രം. അപ്പോൾ ഏതാണ്ട് 10-21 വർഷങ്ങളായിരിക്കുന്നു. 21 വർഷം കഴിഞ്ഞു. എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് എനിക്കൊന്ന് ഷാബുചാൻ്റെ ഒക്കെ ചർച്ചിൽ ഞങ്ങളുടെ അതെ അതെ, ഷാബാസിന്റെ ചർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ പറയാം. ഞാൻ വിശ്വാസത്തിൽ തിരികെ വന്ന സമയത്ത് ഷാബാസിന്റെ ചർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. മംഗഫേജി ചർച്ചില്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നെ ഇപ്രാവശ്യം രഹബോത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെ മിനിസ്ട്രിക്ക് വന്നപ്പോൾ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നെന്ന് കേൾക്കാനുണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ടു പാസ്റ്റർ. ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടല്ലേ? ഒരുപാടുണ്ട് പാസ്റ്ററെ. അതെ അതെ. നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ ജനിച്ചു വളർന്നത് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലം. അഞ്ചൽ, പുനലൂരിനടുത്ത് അഞ്ചൽ. ഓക്കെ. എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിന്റെ സ്ഥലം കൊട്ടാരക്കര കഴിഞ്ഞ് പുത്തൂര് പോകുന്ന വഴിക്ക് മാറനാടെന്ന് പറയുന്നൊരു സ്ഥലം. ഓക്കെ. കൊട്ടാരക്കരയ്ക്കും കുണ്ടറയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലം. ശരി. അപ്പൊ നമുക്ക് അനുഭവങ്ങൾ കേട്ട് തുടങ്ങാം. ഇനി അധികം അല്ലേ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ സിസ്റ്റർക്ക് പറയാം കേട്ടോ. വലിയ ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. ഓക്കെ പാസ്റ്ററെ. എന്റെ പേര് പറഞ്ഞ പോലെ ദീപ്തി അനി എന്നാണ് എന്റെ പേര്. എന്റെ ഹസ്ബൻഡിന്റെ പേര് അനി ഡേവിഡ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകൻ ഷെർലറ്റ്, അനി മോന് ഇപ്പം ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്നു കോയമ്പത്തൂർ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടില്. മോള് മെറിൻ അനി ഡേവിഡ് 8th സ്റ്റാൻഡേർഡിൽ നാട്ടില് പാപ്പയുടെ കൂടെ ആയിരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാനൊരു വചനം വായിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 40:5. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകും. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാവും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എണ്ണിക്കൂടാത്ത ദൈവപ്രവൃത്തികള്, ദൈവിക വിടുതലുകള്, നന്മകള്, ഇതൊക്കെ എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ അനുഭവിച്ച ദൈവിക പ്രവൃത്തികളൊക്കെ എണ്ണിക്കൂടാത്തതായിരുന്നു. ഇതൊക്കെ ഇന്ന് രാത്രികാലം ഇങ്ങനെ ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെ അസാദി ചാനലിലൂടെ എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ ഇത് സാക്ഷിപ്പാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഇങ്ങനെ മുഖാന്തരം ഒരുക്കിയ അസാദി ചാനലിനോടും ഫിന്നി പാസ്റ്ററിനോട് സാൻഡി സിസ്റ്ററോടുമുള്ള എല്ലാ നന്ദി അറിയിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അസാദി ചാനലിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കാണുന്നവർക്കായിട്ട് എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയല്ലോ. ഞാനിപ്പം തനിയെ കുവൈറ്റില് ആയിരിക്കുന്നു. ഞാൻ ഇവിടെ മിനിസ്ട്രി ഹോസ്പിറ്റൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു.
ഫാമിലി, ഹസ്ബൻഡും കുഞ്ഞുങ്ങളും നാട്ടിലായിരിക്കുന്നു. ഞാന് ജനിച്ച് വളർന്ന സാഹചര്യം മാർത്തോമ പാരമ്പര്യമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പപ്പ, ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ പപ്പ മരിച്ചു, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. ഞങ്ങൾ 4 പേരാണ് കുടുംബത്തില്. എനിക്ക് മൂത്ത ഒരു ബ്രദറും എനിക്ക് ഇളയ 2 ബ്രദേഴ്സും എനിക്കുള്ളത്. പിന്നെ ആ നാളുകളെന്നൊക്കെ പറഞ്ഞാൽ വലിയ ആത്മീയമായിട്ടൊന്നും ഒരു ഉയർച്ച, ഒരു അങ്ങനെയുള്ള ഇതൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് പാരമ്പര്യമായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. എൻ്റെ കുഞ്ഞ് നാളിലത്തെ പ്രായം എന്നൊക്കെ ആ സമയം എന്നൊക്കെ പറയുന്നത് ഒരു സമാധാനം ഒന്നും ഭവനത്തെ അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു നല്ല ഒരു അന്തരീക്ഷമായിരുന്നില്ല. ഒരു കൂട്ടുകുടുംബം, എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കുടുംബം. അങ്ങനെ പപ്പായുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അവർ 11 പേരായിരുന്നു. അവര് 6 സിസ്റ്റേഴ്സും 5 ബ്രദേഴ്സുമാണ്. അവരെല്ലാം നല്ല വിദ്യാഭ്യാസവും നല്ല സൗന്ദര്യവും എല്ലാം ഉള്ള ആൾക്കാരാണ്. പക്ഷെങ്കില് എന്തോ കുടുംബത്തിൽ എന്തോ ഒരു ശാപമുണ്ട്. ഇങ്ങനെ മാനസിക രോഗങ്ങള്, അകാല മരണങ്ങള്, ഇതെല്ലാം കുടുംബത്തിൽ സംഭവിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇങ്ങനത്തെ നല്ല വിദ്യാഭ്യാസത്തിലും സൗന്ദര്യത്തിലും എല്ലാം ഉണ്ടെങ്കിലും ഇവര് പെട്ടെന്ന് പ്രായം എത്തുന്നതിന് മുമ്പ് 40-45 വയസ്സിനിടയിൽ മരിക്കുക. ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ആ ഭവനത്തിൽ അന്തരീക്ഷത്തിൽ പലരും പ്രാർത്ഥിക്കാൻ വരുമ്പോഴും ഒക്കെ പറയും, ഇതൊരു അന്ധകാരം നിറഞ്ഞ ഒരു വീടാണ്, ഇവിടെ എന്തോ ശാപമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിലും അങ്ങനെ ഒരു വേദന എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോഴും എനിക്കൊരു ദൈവഭയമുണ്ട്. വീട്ടിൽ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ചെറിയ പ്രായത്തിൽ സൺഡേ സ്കൂൾ യുവജനസ് ഒക്കെ മാർത്തോമാപ്പാരും അതിന്റെ അനുസരിച്ചുള്ള ഇതിലെല്ലാം ആരാധനയ്ക്ക് പോവുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സന്ധ്യയാകുമ്പോൾ ആരും എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ തനിയെ പാട്ടുപാടി ദിവസം വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അത്രയും ഒക്കെ ഒരു ആത്മീയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ വീട്ടിലുള്ള ആ അവസ്ഥയെക്കുറിച്ചൊക്കെ ഒരു വിഷമമുണ്ട്. അത് ഞാൻ അവിടുന്ന് എൻ്റെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തു. എൻ്റെ പപ്പായുടെ ഒരു സിസ്റ്റർ അപ്പൊ US ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി. അപ്പം പിന്നെ ഞങ്ങൾക്കൊരു കട വാടകയ്ക്ക് കൊടുത്ത് അതിന്റെ വരുമാനത്തിലൊക്കെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ആ കഷ്ടതയിലൂടെയൊക്കെ ജീവിച്ചു വന്നു. പപ്പായുടെ സിസ്റ്റർ, എൻ്റെ ആന്റി വന്ന് എന്നെ നഴ്സിംഗിന് ചേർക്കുവാനായിട്ട് ആന്ധ്രയിൽ കൊണ്ടുപോയി നഴ്സിംഗ് പഠിപ്പിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീയമായിട്ടുള്ള ആ നല്ല പ്രാർത്ഥന, നഴ്സിംഗിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ നഴ്സിംഗ് കോളേജുകളിലൊക്കെ നല്ല പ്രാർത്ഥനയുടെ അനുഭവങ്ങളുണ്ട്. അവിടെ ബന്ധുക്രിസ്തുകാരുമായിട്ടുള്ള മറ്റു കുട്ടികളും എല്ലാവരുമായിട്ട് ചേർന്ന് നല്ല പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞാൻ പഠിക്കുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള നല്ല അവസരങ്ങളെ ദൈവം തന്നു. അത് കഴിഞ്ഞ് 3 വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഗുജറാത്തിലേക്ക് ജോലിക്ക് കടന്നുപോയി. ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് തന്നെ നാട്ടിൽ ഒരു 6 മാസം ഞാൻ നാട്ടിൽ ജോലി ചെയ്തായിരുന്നു പ്രാക്ടീസ് വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കൂടെ പഠിച്ച തന്നെ നഴ്സിംഗ് പഠിച്ചൊരു സഹോദരി, അവളുടെ ബ്രദറൻ സഭയിലാണ്. ഇപ്പൊ ഒരു ഡ്യൂട്ടിക്ക് വരുമ്പോഴൊക്കെ വായിക്കാനായിട്ട് ബുക്കുകൾ കൊണ്ടുതരും. അപ്പൊ അവൻ സെമിനാരി പഠിച്ച ആ ബ്രദർ പഠിച്ച ബുക്കുകൾ എനിക്ക് വായിക്കാൻ തരും. അപ്പൊ അതിനെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ ഉള്ള ബുക്കുകളാണ് വായിക്കുന്നത്. ഒരു ബുക്ക് വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം, എനിക്ക് സ്നാനപ്പെടണം, എൻ്റെ കർത്താവിനോട് ചേരണം. അങ്ങനെ പല മുഖാന്തരങ്ങൾ, ചിലപ്പം പേഷ്യൻസിന്റെ ആരെങ്കിലും ഒക്കെ റിലേറ്റീവായിട്ട് വരുന്നവര് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതൊക്കെ നിശബ്ദമായിട്ട് കേൾക്കും. തിരിച്ച് ഞാനൊന്നും പറയോ അല്ലെ മർത്തോമായുടെ വലിയൊരു സ്പിരിറ്റ് ഒന്നും ഞാൻ കാണിക്കത്തില്ല. പക്ഷെങ്കിൽ അതെല്ലാം ഞാൻ കേൾക്കും. അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് വരുമ്പോൾ എനിക്ക് കൂടെ പോകണം, രക്ഷയെ കുറിച്ചൊക്കെ ആ ഒരു കേൾവിയിലൂടെ എൻ്റെ വിശ്വാസം ഒന്ന് ഉറയ്ക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറയും, എനിക്ക് സ്നാനപ്പെടണം, ഇതാ സത്യം, ഇത് സത്യമാ, ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ ഗുജറാത്തിലേക്ക് കടന്നു പോയപ്പം അവിടെ ഒരു പാസ്റ്റർ ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് ഒരു ബൈബിൾ ക്ലാസ് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് ഒരാഴ്ച മാത്രമേ എടുത്തുള്ളൂ. സ്നാനത്തെക്കുറിച്ച് മാത്രമായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പം പാസ്റ്റർ ചോദിച്ചു, ആരെങ്കിലും സ്നാനപ്പെടാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അന്നത്തെ എൻ്റെ ആഗ്രഹം സ്നാനപ്പെടണം, കർത്താവ് വരും, കർത്താവിനോട് കൂടെ പോകണം, നിത്യതയുണ്ട്, അത്രയൊക്കെ ഉള്ള അറിവുകൾ എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഞാൻ 2002 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ഞാൻ സ്നാനപ്പെടുവാനിടയായി. എന്നാൽ പിന്നീട് ആ പത്യോപദേശത്തിൽ നിൽക്കണമെന്നോ അത് എങ്ങനെ ആയിരിക്കണം മുന്നോട്ടുള്ളത് അതൊന്നും എനിക്ക്, അങ്ങനെയുള്ള അറിവൊന്നും എനിക്കില്ല. 1, 2, 3 കൂട്ടായ്മയ്ക്കൊക്കെ പോയി. പിന്നെ ഞാൻ പാസ്റ്ററോട് ആദ്യം തന്നെ സ്നാനപ്പെടുമ്പോഴേ ഞാൻ പറഞ്ഞു,
ഫസ്റ്റ് ഞാൻ അധികം ആഭരണമൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. ഇത്രയൊക്കെ ഒരു ചെറിയ മാല കമ്മൽ ഇത്രയൊക്കെ ഉള്ളൂ, അത് ഞാൻ ഉപയോഗിക്കും. ഞാനത് മാറ്റി വെക്കത്തില്ല. പിന്നെ ഞാൻ മർത്തമായി തന്നെ നിൽക്കുന്നത്. ഫസ്റ്റ് സമ്മതിച്ചാൽ കുഴപ്പമില്ല, അതൊക്കെ പിന്നീട് വന്നോളും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് എൻ്റെ വിവാഹം നടന്നു 2002. പെട്ടെന്ന് ഒരു ആലോചന വന്നു, ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. ആ പിന്നെ ശരിക്കും പറഞ്ഞ എൻ്റെ അമ്മയുടെ യൂട്രസിന്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത്. വന്നു കഴിഞ്ഞപ്പം ആദ്യം തന്നെ ഈ ആലോചന വന്നു. അപ്പം അമ്മയ്ക്കൊരു ഭാരമായിരുന്നു, ഞാനൊരു മോള്. അപ്പം 10-25 വയസ്സായി. അപ്പം പെട്ടെന്ന് എൻ്റെ കല്യാണം ഒക്കെ എങ്ങനെയും നടത്തണം. അപ്പൊ പിന്നെ ഓപ്പറേഷൻ പിന്നത്തേക്ക് മാറ്റി വെച്ചു. വിവാഹം ആദ്യം തന്നെ നടന്നു. അപ്പൊ കുവൈറ്റിൽ നിന്ന് വന്ന പയ്യനാണ്. ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോ അത് ഓക്കെ. അപ്പൊ ഈ പാസ്റ്റ് അന്നേരം വീട്ടിൽ വരുവാനായിട്ട് ഇടയായിരുന്നു. മോളെ, ഇത് പിന്നെ നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അറിവ് എനിക്കില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എന്റെ ഭാഗം ക്ലിയർ ആയി. പിന്നെ ഇനി വരുന്ന ആള് എങ്ങനെ ആയിരിക്കണമെന്നൊന്നും എനിക്കൊരു ഇതില്ല. അപ്പം CSI സഭയിൽ നിന്നായി ഈ ആലോചന വന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ മർത്തമായും CSIയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഞങ്ങള് വിവാഹത്തിന് അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ വാപ്പറപ്പിലൊക്കെ കഴിഞ്ഞു ആ സമയമായപ്പോഴത്തേന്. അങ്ങനെ പാസ്റ്റർ അവിടുന്ന് പ്രാർത്ഥിച്ചു. ഈ മോൾക്ക് വേണ്ടിയുള്ള ജീവിത പങ്കാളിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കടന്നുപോയി. ഞങ്ങളുടെ വിവാഹം 2002 കഴിഞ്ഞു, ജൂൺ മാസം 3-ാം തീയതി. അങ്ങനെ കഴിഞ്ഞ് എനിക്ക് എന്നെ കുവൈറ്റിൽ കൊണ്ടുവരാനായിട്ട് പെട്ടെന്ന് തന്നെ എന്നെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള താല്പര്യം, ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മിനിസ്ട്രിയിൽ ഒരു ജോലിയൊക്കെ കിട്ടും അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തില് പുള്ളിക്കാരൻ ഇവിടെ വന്നു. എനിക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊരു ആദ്യം എന്നെ ഒരു വിസിറ്റ് വിസയിൽ ഇവിടെ കൊണ്ടുവന്നു. ആ 3 മാസം താമസിച്ചിട്ട് ഞാൻ തിരികെ പോയി. പിന്നെ സൂൺ വിസയിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നു. സൂൺ വിസയിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് അന്ന് ഞങ്ങൾക്ക് ചെലവായി എനിക്ക് സൂൺ വിസ എടുക്കാനായിട്ട്. സൂൺ വിസ എടുത്ത് ഇവിടെ കൊണ്ടുപോയി. സൂൺ വിസ എടുത്തു കഴിഞ്ഞിട്ട് 3 മാസത്തെ അതിന്റെ സമയം, ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ കയറി വരണം. ആ മെഡിക്കൽ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഞാൻ മെഡിക്കലിൽ അൺഫിറ്റ് ആയിപ്പോയി. മെഡിക്കൽ അൺഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രയാസങ്ങൾ, എനിക്ക് ശാരീരികമായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ട്രിവാൻഡ്രത്ത് പോയി മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പോൾ അവര് എന്നെ അൺഫിറ്റ് ആക്കി. എനിക്ക് ഒരു HCV പോസിറ്റീവ് എന്ന് പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി. നമ്മുടെ ആ പ്രായം, പിന്നെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് നമ്മളൊരു വീട്ടിലോട്ട് ചെന്ന് അവര് നമ്മളെ കുറിച്ച് എന്ത് കരുതും, അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നു. അതെന്താ അങ്ങനെ ആയപ്പോൾ എനിക്കൊരു വളരെ പ്രയാസം തോന്നി. ഞാനങ്ങ് ആകെ തകർന്നു. അപ്പം പിന്നെ ശരിക്കും പറഞ്ഞ രണ്ടാമതൊരു ടെസ്റ്റ് കൂടെ ഒന്ന് പുറത്തു പോയി ചെയ്യാനുള്ളൊരു ബുദ്ധി അന്നേരം തോന്നിയതുമില്ല. നമ്മൾ അപ്പൊ ഇവര് പറഞ്ഞത് കേട്ടു. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങളുടെ വിസയിലോ ഒന്നും ഞങ്ങൾ അത് പിന്നെ ചെയ്യുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല. വേറെ എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി ടെസ്റ്റ് അത് ചെയ്തു പോകാം. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയത്തില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നോ എന്തുവാണെന്നറിയത്തില്ല. പക്ഷെ ഞങ്ങള് പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞ് അതിന്റെ പീരീഡ് തീരുന്നതിന് മുമ്പേ തന്നെ പിന്നെ അടുത്തൊരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തായിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പോയി ഒരു ടെസ്റ്റ് വെളിയിൽ പോയി DDRC പോയി ഒരു ടെസ്റ്റ് ചെയ്യും. അങ്ങനെ പോയി ചെയ്ത് വന്നപ്പോൾ നെഗറ്റീവ്. എനിക്ക് ഒരു അസുഖവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് പോയിട്ട് വേറെ മെഡിക്കൽ എടുത്തു. ഞാൻ ഇവിടെ കയറി വരുവാനായിട്ടിടയിൽ. കയറി വരുമ്പോഴും പിന്നെയും തടസ്സങ്ങളാണ്. ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നെ ആ സമയത്ത് ഇവിടെ ഈ മെയ്ഡ് വിസ ഒക്കെ ആയിട്ട് ഇങ്ങനെ മെയ്ഡുകൾ വരുന്നത് തടയാനായിട്ട് അവർ ഒത്തിരി സ്ട്രിക്റ്റ് ആക്കിയായിരുന്നു. അപ്പം ഈ വിസ എന്ത് വിസയാന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നുള്ള ഒരു വിസയിലാണ് ഞാൻ വരുന്നത്. അപ്പം ഇവരെന്നെ എയർപോർട്ടിൽ വെച്ച് അങ്ങ് മാറ്റി നിർത്തി. ആ ലാസ്റ്റ് മൊമെന്റിൽ ഇപ്പം ഫ്ലൈറ്റ് പോകാറായി, എല്ലാവരും ഇതെല്ലാം കഴിഞ്ഞ് ബോർഡിങ്ങിന് അവിടെ എത്തിയിരിക്കുന്നു, ഞാൻ മാത്രം മാറി നിൽക്കുകയാണ്. എന്നോട് ഇവര് ചോദിക്കുന്നു, നീ ഏത് വിസയിലാ പോകുന്നത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഞാൻ ആകെ അങ്ങ് എന്റെ കണ്ണിലെല്ലാം ഇരുട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നി. ശരിക്കും ഞാൻ അവിടെ ബോധം കെട്ട് വീണിരുന്നെങ്കിൽ ആ ഫ്ലൈറ്റിന്റെ ടൈം കഴിയും. എന്റെ വിസ കഴിയാൻ 2 ദിവസം കൂടെ ഉള്ളൂ. അതിന് ആ വിസ അത് എക്സ്പയർ ആകുന്നതിന് തൊട്ട് 2 ദിവസം മുന്നേ ആയിരുന്നു. അങ്ങനെ എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ദൈവം, നീതിമാനായ എന്റെ ദൈവനെ കർത്താവ് അവിടെയും സഹായിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ഓഫീസറെ ലാസ്റ്റ് അവർ വിളിച്ചു. ഞാൻ പിന്നെയും ചെന്ന് ഈ കൗണ്ടറിൽ ചോദിക്കുന്നുണ്ട്, സാറേ എന്റെ കാര്യം എന്തായി? അന്നേരം ലാസ്റ്റ് അവരൊരു ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ പോകാനായിട്ട് ഈ വിസയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്റെ സത്യം അങ്ങ് പറഞ്ഞു, സാറേ ഞാൻ നേഴ്സാണ്, എന്റെ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകാം. അപ്പൊ നഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു. ഇതെല്ലാം എന്റെ കയ്യിൽ എന്റെ സൂട്ട്കേസിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഇതെല്ലാം എടുത്ത് കാണിച്ചു. ഒക്കെ എന്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു തടസ്സവും നീങ്ങി ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അടുത്ത ഒരു ജോലിയുടെ പ്രശ്നമാണ്.
ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ന് മിനിസ്ട്രി 2003 കാലഘട്ടത്തിൽ മിനിസ്ട്രിയിൽ 3 ചാൻസ് ഇവർ കൊടുക്കത്തുള്ളൂ. അത് പ്രൈവറ്റും മിനിസ്ട്രി എല്ലാം കൂടെ ചേർത്ത് 3 ഉള്ളൂ. പ്രൈവറ്റിൽ ജോലി ചെയ്യണമെങ്കിലും മിനിസ്ട്രിയുടെ ലൈസൻസ് നമുക്ക് വേണം. അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും ജോലിയൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു പുള്ളിക്കാരനും. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ചെലവാക്കി എൻ്റെ സൂൺ വിസയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാനും വരുന്നത്. പുള്ളിക്കാരൻ്റെ സിസ്റ്റർ ഇവിടെയുണ്ട്, ഒരു ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മിനിസ്ട്രിയുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയി. അന്ന് എല്ലാവർക്കും കിട്ടും അങ്ങനെ ഒരു നല്ല വിശ്വാസത്തില് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് സിസ്റ്ററെ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പോകുന്നത് ഒരു കത്തോലിക്ക ചർച്ചിലാണ്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് എല്ലാം അതിനകത്താണ്ട് പുള്ളി ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് എല്ലാ വ്യാഴാഴ്ചയും അന്ന് വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ ചർച്ചിൽ പോകും. അപ്പൊ ഞാനും ആ കൂട്ടത്തിലെല്ലാം പോകും. കല്യാണം കഴിച്ച് ഞാൻ വന്നപ്പോഴും ഇവരെല്ലാം വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള പ്രാർത്ഥനകൾ നടത്തുന്നു, മെഴുകുതിരി കത്തുന്നു. അതിലൊക്കെ ഒരു വിശ്വാസം ഇവർക്കെല്ലാം ഉണ്ട്. പക്ഷെ ഞാനും ഇതിനോട് ചേർന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിലും പുതിയതായിട്ട് വന്നു കഴിഞ്ഞപ്പം ഈ പുള്ളി പോകുന്നത് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അറിയാം ഇതെല്ലാം തെറ്റാ, ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു വിഗ്രഹങ്ങളെ ഞാൻ സേവിച്ചിട്ടില്ല, വർത്തമായി നിൽക്കുമ്പോഴും ഞാനൊരു മെഴുകുതിരി കത്തിച്ചിട്ടില്ല, ഇത് തെറ്റാണെന്നൊക്കെ അറിയാം. പക്ഷെ എൻ്റെ ആഗ്രഹം എനിക്ക് ഇവിടെ വരണം, എനിക്കൊരു ജോലി കിട്ടണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഇവരെന്തോ ചെയ്യുന്ന അതെല്ലാം എന്നെ കൊണ്ടും ചെയ്യിപ്പിക്കും. അങ്ങനെ ഞാൻ നാട്ടിൽ വെച്ചും ഇങ്ങനെ വിശുദ്ധ യൂദാസ്ലീഹയുടെ പള്ളി, പത്തനാപുരത്ത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ ഈ ചർച്ചിൽ പോകും, ഞാനും ആ കൂട്ടത്തിൽ പോകും. പക്ഷെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇവിടുത്തെ മിനിസ്ട്രി എക്സാമിന് എന്നെ വിളിച്ചു. അപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ വളരെ സന്തോഷിച്ചു. എനിക്കെല്ലാം അറിയാം, ഞാൻ ഭയങ്കര വിശ്വാസത്തില്ല, എനിക്കെല്ലാം അറിയാം, 100% ഞാൻ പാസ്സായി, എനിക്ക് ജോലി കിട്ടി എന്നുള്ളൊരു ഉറപ്പില്ല ഞാനിങ്ങനെ ഇരിക്കും റിസൾട്ട് വരുന്നതിന് മുമ്പ്. അപ്പം റിസൾട്ട് വന്നു, എൻ്റെ പേര് അതിനകത്തില്ല. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ആകെ അങ്ങ് തകർന്നു പോയി. എൻ്റെ കർത്താവേ, എനിക്ക് ഇവിടെയും എന്നെ എന്തെല്ലാം പ്രതീക്ഷയോടെ ഇവിടെ കൊണ്ടുവന്നത്, ഒരു ജീവിതമാർഗം തേടി ഇവിടെ വന്നു, എനിക്ക് അതും നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ഒരു ഇതിലായി ഞാൻ ആകെ തകർന്ന ഒരവസ്ഥയില് ഭവനത്തിലായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. പുള്ളിക്ക് അന്ന് ഇറാഖില് ജോലി കിട്ടി. അത് ഇറാഖിന്ന് ഇവിടുത്തെ ആ യുദ്ധമൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ഇറാഖില് ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണത്. പുള്ളിക്കപ്പം ഒരുവിധം നല്ല സാലറി ഉണ്ട്. അതിനു വേണ്ടിയിട്ട് പുള്ളി ആ കടങ്ങളൊക്കെ തീർക്കണം. അതിനു വേണ്ടിയിട്ട് പുള്ളി ആ ഇറാഖിലെ ജോലി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ വിട്ടതാ. അപ്പൊ ഇറാഖ് എന്ന് പറയുമ്പോൾ ഈ കുവൈറ്റിന്റെ ആ ബോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറാഖിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മൊബൈൽ കണക്ഷൻ നമുക്കൊന്നും കിട്ടത്തില്ല, നെറ്റ്വർക്ക് ഒന്നും ഇല്ല. അങ്ങനെ ഇവര് പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി പോകും. ആ ബോർഡർ കഴിഞ്ഞ് ഇറാഖിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല, ഫോൺ വിളിക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ പിറ്റേ ആഴ്ച വരെ ഞാൻ ഇങ്ങനെ ആകെ വിഷമിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കും, പുള്ളിക്കാരൻ വരുന്നിടം വരെ. അതുപോലെ അത്ര റിസ്ക് ആണ് അവിടെ. ഈ യുദ്ധത്തിന്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവരുടെ കമ്പനിയിൽ നിന്ന് ഒരാളെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു പോരുന്ന വഴിക്ക്, അതോടുകൂടി ഇവരുടെ കമ്പനി അവരെ തിരിച്ചു വിളിച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ പ്രൈവറ്റിലെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ഒരു ജോലി വേണം, എത്ര നാളെ ഇങ്ങനെ പോകുന്നത്, 2 വർഷത്തെ കാലാവധി ഉണ്ട് വിസയ്ക്ക്, എങ്കിലും ഒരു ജോലി അന്വേഷിക്കാൻ ഇവിടെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഞാൻ എൻ്റെ ബയോഡേറ്റ കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ മംഗളത്തിലൊരു ക്ലിനിക്കിൽ എന്നെ വിളിച്ചു. അവിടെ ജോലിക്ക് വരാൻ പറഞ്ഞു. ഞങ്ങള് ചെറിയ സാലറിയില്ല, എന്നാലും കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാൻ അത് വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതിന് സമ്മതിച്ചു, അതിന് പോകാൻ തുടങ്ങി. അവർ പെട്ടെന്ന് തന്നെ ലൈസൻസ് എക്സാമിനും വിട്ടു. ലൈസൻസ് എക്സാം എന്ന് പറയുന്നത് മിനിസ്ട്രിയിലെ സെയിം ഇന്റർവ്യൂ ബോർഡ് തന്നെയാണ്. അതിന് പോയി അവിടെ ചെന്നു. അതും കുറച്ച് ഞങ്ങൾ 10-20 പേരുണ്ട് അതിനകത്ത്, മലയാളീസ് എല്ലാവരും. അതിനകത്ത് പോയിട്ട് ഇന്റർവ്യൂ, അവിടെ ദൈവം എന്നെ ഇറങ്ങി സഹായിച്ച ഒരു സാക്ഷിയാണ് ഞാനിപ്പോ പറയുന്നത്. ദൈവം ചെയ്ത ഒരു വലിയ ദൈവപ്രവൃത്തി. ഇവരെന്നോട് ഇന്റർവ്യൂ ബോർഡിൽ 3-4 പേരുണ്ട്. അന്നൊക്കെ ഈവനിങ്ങിലാണ് ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ അവരെന്നോട് റിട്ടേൺ ഞാൻ പാസ്സായി, ഓറൽ ഇന്റർവ്യൂവിന് ഇവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പം അതിന്റെ ആൻസർ എനിക്കില്ല. ഞാൻ വളരെ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക, എന്തോ കർത്താവെ ഞാൻ പറയേണ്ടത്. ഇവര് അറബ്സ് എല്ലാവരും കൂടെ അവരുടെ ഭാഷയില് അവരുടെ ലാംഗ്വേജിൽ ഇങ്ങനെ അവർ വർത്താനം പറയുക. എനിക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട് അവരുടെ മുമ്പിലിരുന്ന്. പക്ഷെ ഇവരിങ്ങനെ അറബിയിൽ വർത്താനം പറയുന്ന പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഉള്ളിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പലവിധ ടെൻഷനെ, കർത്താവ് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോവുക. അപ്പോഴാണ്
ഇവരുടെ വായിൽ നിന്ന് തന്നെ ഒരു വേർഡ് കേൾക്കുന്നു ഇംഗ്ലീഷിൽ. അവർ അറബിയിലാണ് സംസാരിക്കുന്നത്, പക്ഷെ എനിക്ക് വേണ്ടുന്ന ഒരു വേർഡ് എനിക്ക് കിട്ടി. ഇവരെന്നോട് ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ തന്നെയാണ്. അപ്പം പെട്ടെന്ന് ഇവര് ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ, പിന്നെ അവര് വർത്താനം എല്ലാം നിർത്തി കഴിഞ്ഞിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി, നിനക്ക് ആൻസർ ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു റെഡ്യൂസ് ദ സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ യു പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകും. അങ്ങനെ അവിടെ നിന്ന് ദൈവം ഒരു ജോലി തന്നെ എന്നെ മാനിച്ചു ദേശത്ത്. അങ്ങനെ 3.5 വർഷക്കാലം ഞാൻ ആ ജോലി ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ക്ലിനിക്കിൽ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളാ ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അവിടുന്ന് 3.5 വർഷമായപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് പലരും അവിടുന്ന് പിരിഞ്ഞു പോയി. അപ്പൊ അവരുടെ ആ നേഴ്സസിന്റെ അത് കുറയ്ക്കാൻ വേണ്ടി, റേഷ്യോ കുറയ്ക്കാൻ വേണ്ടി കുറച്ച് പേരെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞാനും ആ ഒരു ലിസ്റ്റിൽ പെട്ടു. അവർ പറഞ്ഞു നിനക്ക് NOC തരാം ഇവിടുന്ന്, അപ്പോൾ വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 2005 ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി, മോന്. ആ സമയത്ത് ഒരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. പിന്നെ അവിടുന്ന് ഞാൻ ഇവിടുന്ന് റിലീസ് വരുന്ന സമയത്ത് ഈ മിനിസ്ട്രിയിൽ എല്ലാവരെയും എടുക്കുന്ന ഒരു സമയം, വളരെ ലിബറൽ ആയിട്ട് നടക്കുന്ന ഇന്റർവ്യൂ. ആര് ചെന്നാലും അപ്പൊ തന്നെ ബയോഡേറ്റ എടുക്കുക, അപ്പൊ തന്നെ ഇവിടെ ഇന്റർവ്യൂ പാസ്സാവുക, ജോലി കിട്ടുന്ന ഒരു സമയം. ആ സമയത്ത് ഞാൻ എൻ്റെ ബയോഡേറ്റ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പേ ഞാൻ ആ ജോലി ഇവിടുന്ന് ഇവര് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോ, ഈ പ്രൈവറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോ ഒരു വിഷമം തോന്നി. ഇനി ഞാൻ എവിടെയാ ജോലി അന്വേഷിക്കേണ്ടത്? അങ്ങനെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും പിന്നെയും കൊണ്ടു കൊടുത്തു. പക്ഷെ ലൈസൻസ് ഉള്ളതുകൊണ്ട്, പ്രൈവറ്റ് ജോലിയാണ് ലൈസൻസ് ഉള്ളതുകൊണ്ട് ഇവര് എല്ലാ ഹോസ്പിറ്റലുകാരും എന്നെ വിളിക്കുന്നുണ്ട് പ്രൈവറ്റ്. അങ്ങനെ പെട്ടെന്ന് ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലിൽ എന്നെ വിളിച്ചു. അവിടേക്ക് ഞാനിപ്പം എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. അത് ഞാൻ പാസ്സായി. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവർ ഇതെല്ലാം അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. മിനിസ്ട്രിയുടെ ലൈസൻസും കാര്യങ്ങളും എല്ലാം ട്രാൻസ്ഫർ ചെയ്തു പഴയ ക്ലിനിക്കിൽ നിന്ന്. അപ്പൊ ഞാൻ മിനിസ്ട്രി ബയോഡേറ്റ കൊടുത്തപ്പോ അവര് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു നിനക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നീ ഓൾറെഡി വേറൊരു ഹോസ്പിറ്റലിന്റെ ഇതായി പോയി, ലൈസൻസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താ കാണിക്കുന്നത്. അങ്ങനെ എനിക്ക് അതും മിനിസ്ട്രിയിൽ പിന്നെയും എനിക്ക് കിട്ടിയില്ല. എന്റെ മോന്റെ ഡെലിവറിയുടെ സമയത്ത് എന്റെ അമ്മയെ ഞാൻ വിസിറ്റിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞാൻ ഈ ഡബിൾ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഈ ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അപ്പൊ എന്റെ അമ്മയോട് ഞാൻ പറയും, അമ്മേ എന്റെ കുഞ്ഞിനെ കൊണ്ട് അമ്മ എന്നെ വണ്ടി കയറ്റി വിടാനായിട്ട് താഴെ ഇറങ്ങി വരും, ബിൽഡിങ്ങിന് താഴെ. അപ്പൊ അമ്മയോട് ഞാൻ പറയാമേ, ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്ന എല്ലാവരും നേഴ്സസാ, ഞാൻ മാത്രമേ, നേഴ്സസ് മിനിസ്ട്രി ജോലി ചെയ്യുന്നവരാ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഡബിൾ ഷിഫ്റ്റിന് പോകുന്നത്, ഈ പ്രൈവറ്റ് ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നത്. അപ്പം എന്റെ അമ്മ പറയും, മോളെ നിന്നോട് ദൈവത്തിന്റെ വാഗ്ദത്തോളം. എന്റെ അമ്മ മർത്തോമയിലാണേലും ധർമ്മക്കണ്ണം എന്ന് പറയുന്ന ഒരു പാസ്റ്റർ നമ്മുടെ കരവാളൂര് അവിടെയുണ്ട്. അപ്പൊ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പം ഈ ദേവദാസൻ ഒരു ആലോചന പറഞ്ഞിരുന്നു, മോൾക്ക് മിനിസ്ട്രിയിൽ ജോലി കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ അമ്മ അത് ആ വാഗ്ദത്തം ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന. അമ്മ പറയും ദീപ്തിക്ക് ജോലി കിട്ടും ഇവിടെ. എന്റെ ഹസ്ബൻഡ് പറയും അമ്മയ്ക്ക് ഇവിടുത്തെ റൂൾസ് ഒന്നും അറിയത്തില്ല, ഇത് പിന്നെ ഇവിടുത്തെ എന്തെല്ലാം ലൈസൻസ് ഒരു സ്പോൺസറുടെ അണ്ടറിലായി കഴിഞ്ഞാൽ അവിടുന്ന് അവരെല്ലാവരും തരത്തില്ല. പക്ഷെ അമ്മ പറയില്ല, ധർമ്മക്കണ്ഠ പാസ്റ്റർ പറഞ്ഞതാ ഇവർക്ക് ഇവിടെ ജോലി കിട്ടുമെന്ന്. അങ്ങനെ 2007 രണ്ടാമത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആദ്യത്തേനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള സാലറി അവിടെ കിട്ടി തുടങ്ങി. അങ്ങനെ ഒരു 2 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി, ആ വഴികൾ ഒരുക്കി. ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും അത് ഉപകുന്നത്രയും സ്തോത്രം. അങ്ങനെ അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിനിസ്ട്രിയിൽ ആളെ പിന്നെ എടുക്കുന്നു കേട്ടു. അപ്പൊ എന്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെ നാട്ടിലേക്ക് പോയിരിക്കുക. ഞങ്ങളുടെ വീട് വാടകയ്ക്കും കൊടുത്തു, ഫ്ലാറ്റ്. ഞാൻ ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലേക്ക് മാറി. ആ സമയത്ത് ഇങ്ങനെ കേട്ടു ഇവിടെ CV എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ബയോഡേറ്റ അവിടെ കൊണ്ടു കൊടുത്തു. വളരെ കഷ്ടപ്പെട്ടാ ഞാൻ അതിനൊക്കെ പോകുന്നത്. എനിക്ക് വീട്ടിൽ തന്നെ അറിയത്തില്ല, ഹസ്ബൻഡിന്റെ കൂടെ താമസിക്കും, തന്നെ അങ്ങനെ പോണം വരണം ഒന്നും അറിയത്തില്ല. എന്നാലും ദൈവം എന്നെ വഴി നടത്തി. അതിലൂടെയൊക്കെ കടന്നുപോയി. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ബയോഡേറ്റ എല്ലാം കൊണ്ട് കൊടുത്ത്, സഹായിപ്പാൻ ആരുമില്ല. പക്ഷെ കയ്യിലൊരു പുതിയ ബയോഡേറ്റ പോലും ഇല്ല, പഴയത് തന്നെ വെച്ചു. പ്രസന്റ്ലി വർക്കിംഗ് ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ ക്ലിയർ ആയിട്ട് അതിനകത്ത് എല്ലാം ടൈപ്പ് ചെയ്ത് എല്ലാം ഉണ്ടാക്കി അതവിടെ കൊണ്ടു കൊടുത്തു. ആ ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചു. ഇന്റർവ്യൂവിന് വിളിച്ചു. റിട്ടേൺ ഞാൻ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ കുവൈറ്റ് വന്നിട്ട് ഇത്രയും വർഷം പ്രൈവറ്റിലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിലാകെ ഞാൻ ജോലി ചെയ്തത് 4.5 വർഷം. അത് ICUലായിരുന്നു അവിടെ ജോലി ചെയ്തത്. അപ്പം റിട്ടേൺ ഞാൻ എങ്ങനെ പാസ്സായെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ ഒരു കൃപ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒന്നും അതിനെക്കുറിച്ച് 3 സെറ്റായിട്ട് അവർ കൊടുക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതാനോ ഒന്നും പറ്റത്തില്ല അതിനകത്ത്.
പക്ഷെ ആ റിട്ടേൺ എക്സാം ഞാൻ പാസ്സായി. ഞാൻ നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് ഒരു ലീവിന്റെ സമയം, പുള്ളിക്കാരൻ കുഞ്ഞുമായിട്ട് നാട്ടിൽ പോയി. ഞാനും പോകാനായിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഈ റിട്ടേൺ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഒരുവിധം സാലറി പ്രൈവറ്റിലുണ്ട്, ഇനിയിപ്പം മിനിസ്ട്രി കിട്ടിയില്ലേ വെറുതെ കൊടുത്തേക്കാന്നുള്ള രീതിയിലാണ് കൊടുത്ത. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഇല്ല അത് കിട്ടാൻ ഭയങ്കര പ്രയാസം, നീ എന്നെ ട്രൈ ചെയ്യണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ അത് കൊണ്ട് കൊടുത്തു. ഇവരറിഞ്ഞതും ഇല്ല, നാട്ടില് ഞാൻ കൊടുത്ത കാര്യമൊന്നും അറിയത്തില്ല. വളരെ കഷ്ടപ്പെട്ടു. അതിന്റെയൊക്കെ പിന്നിൽ വലിയ കഥകളാണ്. എന്നാലും ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിക്കുകയും ചെയ്തു. നാട്ടിൽ പോകാനുള്ള സമയമായി. ഞാൻ ടിക്കറ്റ് പിന്നെ ചേഞ്ച് ചെയ്തു ഡേറ്റ്. ആകെ 21 ഡേയ്സ് തന്ന അവര് എന്നെ വിടുന്നത് ആനുവൽ ലീവിന്. ഞാൻ അങ്ങനെ അവിടുന്ന് റിട്ടേൺ കഴിഞ്ഞു. അത് പാസ്സായെന്ന് അറിഞ്ഞപ്പം എനിക്ക് എന്റെ ഹൃദയത്തിൽ എനിക്ക് അങ്ങ് ഭയങ്കര വിശ്വാസമായി. എനിക്കറിയത്തില്ല, അന്ന് ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ വചനങ്ങളാ എനിക്ക് കർത്താവ് അങ്ങ് തന്നുകൊണ്ടിരിക്കുക. ഞാൻ നിനക്ക് മുമ്പ് വായിച്ച ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പടമ്പലുകളെ കണ്ണിച്ചുകളെ. ഇതെവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ വചനം എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എന്നെ ബലപ്പെടുത്തി. സെരുബ്ബാബേലിനെ ഞാൻ ഓർക്കും, ദൈവം എനിക്ക് എങ്ങനെ കിട്ടാനാ? എനിക്ക് NOC ഇല്ല, എനിക്ക് റിലീസ് തരത്തില്ല ഇവര്, ഞാൻ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്നെ വിടത്തില്ല സ്പോൺസർ. അപ്പോൾ ഞാൻ എങ്ങനെ അവിടെ മിനിസ്ട്രിയിൽ എനിക്ക് എങ്ങനെ കിട്ടും? യാതൊരു സാധ്യതകളും ഇല്ല. അതുമല്ല 3.5 വർഷം ഞാൻ ആദ്യം ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഓർക്കും ഞാൻ ഈ കുവൈറ്റിലുണ്ടല്ലോ, എനി ടൈം എനിക്ക് അങ്ങോട്ട് ചെന്നാൽ അവർ തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ 2 വർഷമായിട്ട് അവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്തോ കാണിക്കേണ്ടി, എന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോലും എന്റെ കയ്യിലില്ല. അപ്പൊ ഈ വീട് ഞങ്ങൾ റെന്റിന് കൊടുത്തിട്ടാ പുള്ളിക്കാരൻ നാട്ടിൽ പോയിരിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം സേഫ് ആയിട്ട് കബോർഡിൽ വെച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിലോട്ട് പോയത്. അതുപോലും എന്റെ കയ്യിലില്ല. റിട്ടേൺ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനി അത് പോയി എടുക്കണമല്ലോ. അവിടെ ചെന്ന് ഞാൻ അത് എടുത്തു. ഇതെല്ലാമായിട്ട് റിലീസ് എന്ന് പറയാൻ എനിക്ക് ഒന്നും കാണിക്കാൻ ഒരു പേപ്പറില്ല. ഞാനിപ്പം ഇങ്ങനെ പറയുമ്പോ ഈ വചനമൊക്കെ എന്റെ കർത്താവ് എന്നെ തന്നെ അങ്ങ് ബലപ്പെടുത്തുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ഇങ്ങനെ കർത്താവ് എന്നെ അങ്ങ് ബലപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ അങ്ങനെ റിട്ടേൺ പാസ്സായി. ഞാൻ ഓറൽ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോഴും ഇവരെന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലെല്ലാം ഐസിയുല് എനിക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളു. പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ആൻസർ പറഞ്ഞത്. അതിനെല്ലാം ആൻസർ ഞാൻ അവിടെ അങ്ങ് പറയുമായിരുന്നു. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പറഞ്ഞത്. അതിനെല്ലാം ആൻസർ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവരെന്നാ എന്റെ ബയോഡേറ്റ ഒന്നും നോക്കുന്നില്ല. ഞാൻ പ്രസന്റ്ലി വർക്കിംഗ് ഇൻ അൽസലാം ഹോസ്പിറ്റലിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഞാൻ അതിനകത്ത് ഒരു കള്ളത്തരങ്ങളും എഴുതാൻ പോയില്ല. നമ്മള് ക്ലിയർ ആയിട്ടാണ് ഞാൻ പോയത്. എന്നാൽ അവരെന്നോട് റിലീസ് ചോദിക്കുമോ, NOC ചോദിക്കുമോ, ഒന്നും ചെയ്തില്ല. ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഒരു അത്ഭുതം എന്റെ ജീവിതത്തില് ദൈവം നടത്തി. ദൈവത്തിന്റെ വാഗ്ദത്തം അന്ന് നിറവേറി. അങ്ങനെ ഞാൻ 2009 ഞാൻ മിനിസ്ട്രിയിൽ ജോലിക്ക് കയറി. അതിന്റെ റിസൾട്ട് പോലും അറിയാൻ ഞാൻ ഇവിടെ നിന്നില്ല. ഞാൻ അന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവിട്ട ടാക്സി ഡ്രൈവറാണ് എനിക്ക് എന്നെ വിളിച്ചു പറയുന്നത്, സിസ്റ്റർ നിന്റെ പേര് മിനിസ്ട്രി ലിസ്റ്റിലുണ്ട്, നീ പാസ്സായെന്ന് പറയുന്നത്. സ്തോത്രം. അന്ന് ഇങ്ങനെ പോകുമ്പോഴേ ഈ വിശ്വാസ ജീവിതം, ഞങ്ങൾ RCയില് ചർച്ചിൽ പോകുന്നെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഞാൻ എല്ലാ പെന്തക്കോസ്ത് എവിടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലും ഞാൻ അതിനും കൂടെ പോകും. ഞാൻ ഈ ആദ്യത്തെ ക്ലിനിക്കിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നല്ലൊരു കൂട്ടുകാരി എനിക്ക് കിട്ടി. ദൈവം ഒരുക്കിയത് അങ്ങനെയാണ്. ഞാൻ വിശ്വാസത്തിൽ വരാൻ മുഖാന്തരമായതും പ്രിയ സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ പേര് പിന്നെ ഇന്ന് റാന്നിയില്, അവരുടെ വീട് റാന്നിയിലാണ്. പ്രിയ സിസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ ജോയിൻ ചെയ്തപ്പോഴേ എന്നോട് പറഞ്ഞത്, മോളെ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാ, നീ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നീ മടങ്ങി വരണം. നിനക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് മടക്കി വരുത്തും, കുടുംബമായിട്ട് തന്നെ. അത് ഞാൻ വിശ്വസിച്ചു. പിന്നെ എനിക്ക് എവിടെ ഒരു ആരാധന കിട്ടിയാലും, നമ്മുടെ ബിൽഡിങ്ങിന്റെ അടുത്ത് എവിടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടാലും എന്റെ ഉള്ളിൽ അങ്ങോട്ട് പോകണം, അവിടെ പോയിരുന്ന് ഇരിക്കണം, ആ കൂട്ടത്തിനകത്ത് പോയിരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ആദ്യമൊക്കെ എന്റെ ഹസ്ബൻഡും വരുമായിരുന്നു. എല്ലാം പുള്ളിക്ക് പ്രസംഗങ്ങൾ കേൾക്കുന്ന ഇഷ്ടമാണ്, പാട്ട് വളരെ ഇഷ്ടമാണ്, ഇതെല്ലാം ഇഷ്ടം. എന്റെ കൂട്ടത്തിൽ വരുകയും എല്ലാം ചെയ്യും. പിന്നെ പക്ഷെ ഞാൻ തീർത്തും അതിനകത്തോട്ട് അങ്ങ് ചാഞ്ഞു പോകുവാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ഇച്ചിരി ഇതായി തുടങ്ങി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ പൊയ്ക്കോ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ CSI സഭ വിട്ട് വരത്തില്ല അങ്ങനെ പറഞ്ഞു. ഞാനപ്പം പറഞ്ഞു ഒന്നുകിൽ എന്നെ മർത്തോമായിലെ ആരാധനയ്ക്ക് വിടണം, അല്ലെങ്കിൽ എന്നെ പെന്തക്കോസ്തിൽ ഇതിന് വിടണം. ഇത് രണ്ടിനും ഇല്ല എങ്കിൽ ഞാൻ ഈ RC പള്ളിയിലോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 3 വർഷം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് 3 വർഷം ഞങ്ങൾ രണ്ടുപേരും എങ്ങും പോകാതിരുന്നു. പുള്ളിയും പോകുന്നില്ല, ഞാനും പോകുന്നില്ല. അങ്ങനെ ഒരു 3 വർഷം അങ്ങനെ കടന്നുപോയി. പിന്നെ ഈ ജോലിയുടെ മാറ്റങ്ങള്, ദൈവം ചെയ്ത ഈ ഒരു അത്ഭുതം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഈ പുള്ളിക്കാരൻ നാട്ടിൽ പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട്, പുള്ളി സ്വന്തമായിട്ട് പുറത്ത് വിസ അടിച്ചു നിന്ന് ബിസിനസ് ഒക്കെ ആയിരുന്നു അന്ന്. അപ്പൊ 3 മാസത്തേക്കൊക്കെ അവധിക്ക് കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോയി നിൽക്കുമ്പോൾ ഞാൻ നല്ല സ്വതന്ത്രമായിട്ട് ഇവിടെയുള്ള എല്ലാ ആരാധനകളും കൺവെൻഷനുകളും എല്ലാം അങ്ങ് പോകും. അപ്പം ഞാൻ പോകുന്ന
ഈ വിശ്വാസം പുള്ളി അംഗീകരിച്ചു തുടങ്ങി. ദൈവം ദൈവം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവൾക്ക് ആ ജോലി കിട്ടി, ഒരിക്കലും സാധ്യമല്ലെന്ന് പറഞ്ഞത് ദൈവം അത് സാധ്യമാക്കി തീർത്തെന്നുള്ളൊരു വിശ്വാസം വന്നു. അപ്പൊ പിന്നെ എന്നെ വിടാൻ തുടങ്ങി. ഞാൻ ചർച്ചില്, അങ്ങനെയാണ് ഞാൻ 2007 തൊട്ട് ഷാബു പാസ്റ്റർ ചർച്ചില്, മംഗഫേജി ചർച്ചിൽ വരാൻ തുടങ്ങിയത്. അവിടുന്ന് ഞാൻ മിനിസ്ട്രി ജോലി കിട്ടുന്ന സമയത്ത് എന്റെ പേപ്പർ വർക്കുകളും ഓരോ തടസ്സങ്ങളും അതിന്റെ മുമ്പിലുണ്ട്. എന്നാൽ കർത്താവ് എല്ലാ തടസ്സങ്ങളെയും നീക്കി. ഞാൻ പറയുന്ന കണക്ക് എനിക്ക് ഇതൊന്നും ഇല്ലാതിരുന്ന റിലീസും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇതെല്ലാം കിട്ടുവാനായിട്ട് സാധിച്ചു. എന്റെ ഓരോ പേപ്പർ വർക്കിന് പോകുമ്പോഴും ഞാൻ എന്റെ പാസ്റ്ററോട് വിളിച്ചു പറയും, പാസ്റ്ററെ ഞാൻ ഇന്ന കാര്യത്തിന് പോവാ, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഓരോന്നിനും കടന്നു പോകുന്നത്. ദൈവകൃപയാൽ അതെല്ലാം കഴിഞ്ഞു അന്ന്. അങ്ങനെ ഞാൻ എന്നെ അവിടെ കൊണ്ടുവിടും. ഓരോ ആഴ്ചയിലും ചർച്ചിൽ എന്നെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവിടും, അവിടെ ആരാധനയ്ക്ക് കൊണ്ടുവിടും. എനിക്ക് അന്നെല്ലാം ഭയങ്കര വിഷമം, എന്റെ കർത്താവ് എന്റെ പ്രിയപ്പെട്ടവൻ കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ, ഞാൻ തനിയെ ഇങ്ങനെ പോകുന്നത് അത് പൂർണ്ണത അല്ലല്ലോ എന്റെ കർത്താവെ. അങ്ങനെയുള്ള പിന്നെ കാണുന്നവരോടും എല്ലാ ദേവദാസന്മാരോടും എല്ലാവരും ഈ വിഷയം ഞാൻ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല, വിശ്വാസത്തിൽ വന്നിട്ടില്ല, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരോടും പ്രാർത്ഥിക്കും. ചില ദേവദാസന്മാരൊക്കെ വീട്ടിൽ വരും, ഇങ്ങനെ പുള്ളി ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ടൊക്കെ വരും. പക്ഷെ അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവത്തിലൂടെ, എനിക്ക് ആരെയും വെറുപ്പിക്കാനും വയ്യ, പുള്ളിയെയും വെറുപ്പിക്കാനും ഒക്കത്തില്ല, പാസ്റ്റർമാരെയും വെറുപ്പിക്കാനും ഒക്കത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രണ്ടുപേരും ഒരുമിപ്പിച്ചൊക്കെ കൊണ്ടുപോകണം. ചിലർ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയാ, അനീജ ഇന്ന് ഒരു പാസ്റ്റർ ഇങ്ങോട്ട് വരുന്നുണ്ട്, പുള്ളി നേരത്തെ അറിഞ്ഞാൽ പറയും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കും, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കെന്ന് പറയും. അറിയാതെ വന്ന് വിടുന്നെങ്കിൽ അവിടെ ഇരിക്കും, അതെല്ലാം കേൾക്കും. പക്ഷെ രക്ഷയെക്കുറിച്ചൊന്നും പറഞ്ഞാൽ പുള്ളി ബാക്കി എന്ത് ലോകത്തിലെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും അതെല്ലാം നന്നായിട്ട് സംസാരിക്കും. പക്ഷെ ഇത് മാത്രം പറയുമ്പോൾ പുള്ളിക്ക് ഒന്നും ആൻസർ ഇല്ല, അനങ്ങാതെ വായടച്ച് അങ്ങ് ഇരിക്കും. അപ്പം പാസ്റ്റർമാരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകും. അതുപോലെ ആരാധനയ്ക്ക് പോകുമ്പോഴും പുള്ളി ഇങ്ങനെ തിരിച്ച് എടുക്കാനായിട്ട് കാറും കൊണ്ട് വരും. ഞാനും കുഞ്ഞും കൂടി ഇങ്ങനെ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കും. പുള്ളി എവിടെയെങ്കിലും ഗ്രൗണ്ടിൽ ഇങ്ങനെ വണ്ടി മാറ്റിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് എന്നെ വന്ന് എടുക്കത്തുള്ളൂ. എനിക്കറിയാം പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന്. കാരണം വന്ന് എടുക്കാൻ വരുമ്പോഴത്തേന് ചർച്ചയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെല്ലാം കാണും, പിന്നെ എല്ലാവരും വിളിക്കും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പുള്ളി ഇങ്ങനെ മാറി നിൽക്കും. ഞാൻ ഓരോ വചനം കേൾക്കുമ്പോഴും ഞാൻ വളരെ കണ്ണുനീരോടായിരിക്കുന്നു ഓരോ പ്രസംഗങ്ങളും കേൾക്കുമ്പോഴും. എന്റെ കർത്താവ്, എന്റെ ഉള്ള ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, പ്രിയപ്പെട്ടവൻ വരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ഒരു ശോധന വന്നു. ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തില് 2011 ഞങ്ങൾക്ക് ഒരു മോളും കൂടെ ഉണ്ടായി. സ്തോത്രം. ഞങ്ങൾക്ക് രണ്ടാമത്തെ മോളെ ദൈവം ദാനമായിട്ട് തന്നു. 2011 12 ഒക്കെ ആയപ്പോഴത്തേനും പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വന്നു. അപ്പോഴെല്ലാം ഞങ്ങള് ഈ ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പം യൂറിനും ഒക്കെ നോക്കുമ്പോൾ ചെറിയ പ്രോട്ടീൻ അതിനകത്ത് കാണിക്കുന്നു, ബ്ലഡ് സെൽസ് ഇതൊക്കെ കാണുമ്പോൾ അപ്പം ഡോക്ടേഴ്സ് പറയും പനി ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെ വരുന്നത്, സാരമില്ല അങ്ങനെ പറയും. BP ചെറുതായിട്ടൊക്കെ കൂടുന്നുണ്ട്. അപ്പം BP-യുടെ മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 2014 ആയപ്പോഴത്തേന് പുള്ളിക്കാരന് BP-യുടെ പല മെഡിസിനുകളും മാറി ഇങ്ങനെ കൺട്രോൾ ആകാത്തതുകൊണ്ട് മെഡിസിനുകൾ മാറ്റി. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കിഡ്നി പ്രൊഫൈൽ ഒക്കെ ചെയ്യുമ്പോഴത്തേന്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ക്രിയാറ്റിൻ ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ മെഡിസിന്റെ കാരണം കൊണ്ടാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് BP-യുടെ മെഡിസിനും മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ 2014 ആയപ്പോഴത്തേന് ഒരു ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ പുള്ളിക്കാരന് കാലിന് അതിവേദനയായിട്ട് ഇങ്ങനെ നൈറ്റിൽ ഉറങ്ങാതെ. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ക്രിയാറ്റിൻ ഇച്ചിരി കൂടിയിട്ടുണ്ട്, 136 ഒക്കെ ആയി. അപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നല്ലൊരു നെഫ്രോളജിസ്റ്റ് മലയാളി ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പൊ പുള്ളി ആദ്യം തന്നെ ഇത് കണ്ടിട്ട് പറഞ്ഞു എല്ലാ ടെസ്റ്റുകളും ചെയ്യണം, ഇത് കിഡ്നി ഫെയിലിയർ ആണെന്ന് പറഞ്ഞു. ഇത് കിഡ്നി ഫെയിലിയർ ആണ്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. ഞങ്ങള് ഒത്തിരി പ്രോട്ടീൻ ലോസ് ആവുക യൂറിനകത്തൂടെ, നല്ല പതയായിട്ടാ പോകുന്ന യൂറിന്. അങ്ങനെ എല്ലാം ലക്ഷണങ്ങളും ഇത് കിഡ്നി ഫെയിലിയറിന്റെ എല്ലാം കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് ബയോപ്സി ഇവിടെ ചെയ്തില്ല, ഞങ്ങൾ നാട്ടിൽ പോയി കിംസിൽ പോയി ചെയ്തു. കിംസിൽ പോയി ചെയ്ത് കഴിഞ്ഞപ്പോഴും പുള്ളിക്ക് അത് അത്ര ഇതായിട്ട് കിട്ടിയില്ല. അവർക്ക് ആ സാമ്പിളൊന്നും അത്ര നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു കുറെ സ്റ്റീറോയിഡ് ഒക്കെ കൊടുത്ത് വിട്ടു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് തന്നെ ഫോളോ ചെയ്തു. പക്ഷെ അപ്പോഴത്തേന് പുള്ളിക്കാരന്റെ വിശ്വാസം ആ ഒരു ഇതിലൂടെ ദൈവത്തിന്റെ മുമ്പാകെ ജീവിതം സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2014 തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വിശ്വാസത്തിൽ വരുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ
ഇങ്ങനെയുള്ള ശോധനകളൊക്കെ വന്നെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആത്മീയമായിട്ട് വളരെ സന്തോഷം, എല്ലാ പ്രാർത്ഥനയ്ക്ക് പോകാനും ഉത്സാഹം കാണിക്കാനും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കാനും എല്ലാം പ്രിയപ്പെട്ടവന് അതിലൂടെ എല്ലാം കർത്താവായ വിശ്വാസത്തിലൂടെ വളർത്തിയെടുത്തു. ഡോക്ടേഴ്സ് പറഞ്ഞത് അതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, പെട്ടെന്നായിരിക്കത്തില്ല. അതുകൊണ്ട് ഒരു 8-9 വർഷമൊക്കെ വേറെ ഇൻഫെക്ഷനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ ഇങ്ങനെ പോകും. അപ്പോഴത്തേനും നിങ്ങൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ നോക്കണം, ട്രാൻസ്പ്ലാന്റിന്റെ കാര്യങ്ങൾ നോക്കണം. ഒരു ഡയാലിസിസ് എത്തുന്നതിന് മുന്നേ പിന്നെ ഇത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്ത് പോയാൽ മതി, ഇങ്ങനെ പോകും എന്ന് പറഞ്ഞു. ക്രിയാറ്റിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഒരു 7-8 വർഷമായപ്പോഴത്തേനും അത് ശരിക്കും അങ്ങ് കൂടി, അത് ശരീരത്തിൽ അസ്വസ്ഥതകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ പുള്ളിക്ക് വോമിറ്റിങ്, ഭക്ഷണം കഴിക്കാൻ വയ്യ, ശരീരത്തിന് ക്ഷീണം, തളർച്ച, ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. ഞാനും പലപ്പോഴും ഇതിലൂടെ ഒക്കെ കടന്നുപോയി. ഞങ്ങൾ കൂട്ടായ്മയ്ക്കെല്ലാം കടന്നു പോവുകയും പുള്ളി അങ്ങനെ എല്ലാം നിൽക്കുകയും ദൈവം അങ്ങ് ബലപ്പെടുത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പുള്ളിയുടെ ജോലി പോലും പുള്ളിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. ഞാൻ പലപ്പോഴും ഭയങ്കര ടെൻഷനിലാണ് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ കടന്നു പോകുന്നത്. കാരണം പൊട്ടാസ്യം ഒക്കെ കൂടി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ പെട്ടെന്ന് വല്ല അറസ്റ്റൊക്കെ സംഭവിക്കുക. കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞുങ്ങളാ, അവര് മോന് 6th പഠിക്കുന്നു, മോള് ചെറിയ കുഞ്ഞാ. അപ്പൊ ഇവരെയൊക്കെ നൈറ്റിൽ ഇട്ടിട്ട് ഞാൻ പോകുമ്പോൾ വളരെ ടെൻഷൻ. രാവിലെ ഞാൻ ഇനി വീട്ടിൽ എത്തുന്നിടം വരെ എനിക്ക് ടെൻഷനാ. ചില ദിവസങ്ങളിൽ ഞാൻ പുള്ളിയുടെ ബ്ലഡ് എടുത്തോണ്ട് പോയിട്ട് ഞങ്ങളുടെ ചെറിയ ലാബ് ഉണ്ട്, അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം ഒക്കെ ഇത്രയും കൂടുതലാണ്. ഞാനപ്പോൾ വിളിച്ചു പറയും, അനീറ്റ ഇത്രയും പൊട്ടാസ്യം ഉണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ. ആരെ ഏൽപ്പിച്ചിട്ടാ വരുന്നത്, കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാലൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഭാരത്തോടാണ് ഞാൻ വരുന്നത്. നല്ല ദൈവം അവിടെയൊക്കെയും കാത്തു സൂക്ഷിച്ചു. ദൈവം ആയുസിന്റെ മധ്യത്തിൽ എടുത്തു കളയാതെ ദൈവം പ്രാണനെ പരിപാലിച്ചു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ ദൈവം ഞാൻ ഓർക്കുക, ഞങ്ങൾക്ക് ഈ കുവൈറ്റില് നമുക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ മിനിസ്ട്രിയിലാണെങ്കിലും അതിന് പേയ്മെന്റ് ഉണ്ട്. അപ്പൊ ആഴ്ചയിൽ പുള്ളിക്കാരന് 3 ഡയാലിസിസ് വെച്ച് ചെയ്യണം. അപ്പം അത് നല്ലൊരു എമൗണ്ട് ആവും അതിന്. പക്ഷെ ദൈവം എന്നെ മുന്നമേ അത് കൊണ്ടുവന്ന് എന്നെ ആ ഒരു ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം എന്നെ മിനിസ്ട്രിയിൽ ജോലിയിലാക്കി. ദൈവം അങ്ങനെയുള്ള വഴികളെ തുറന്ന് നല്ലൊരു ഡോക്ടറെ ദൈവം അവിടെ ഒരുക്കി. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. അതിന്റെ ആ ഒരു കത്തീഡ്രൊക്കെ ഇടുന്നതെല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്തു. ആ സർജറിയൊക്കെ എല്ലാം നന്നായിട്ട് നടന്നു. ട്രാൻസ്പ്ലാന്റ് അല്ല, ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു കത്തീഡ്ര ഇടുന്നത്, അതെല്ലാം ഇവിടെ ചെയ്തു. ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് ഫ്രീ ആയിട്ട് ഡോക്ടേഴ്സ് ഡയാലിസിസ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ടെല്ലാം ചെയ്തു തന്നു. അതെല്ലാം ഇവിടെ നടന്നു. അപ്പൊ ഞങ്ങൾ ഇതുവരെയും ഒരു ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടില്ല. ആരാ തരുന്ന ഡോണർ, എവിടെയെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്തിടുവോ, ഞങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു സമയപ്പോഴത്തേനും പിന്നെ അതൊരു ടെൻഷനായി. കർത്താവ് ഇനി എങ്ങനെയാ മുന്നോട്ട്, പിന്നെ എത്ര നാൾ ഡയാലിസിസ് ചെയ്ത് ഇങ്ങനെ പോകും. പുള്ളിക്ക് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ഒരു സ്വതന്ത്രമായിട്ടൊന്നൊരു നല്ല ഭക്ഷണം കഴിക്കാനോ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടായി. കൂട്ടായ്മയ്ക്ക് പോകണമെങ്കിലും ഈ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമാണ്. പിന്നെ പ്രാർത്ഥനാ കൂട്ടായ്മത്തിനൊന്നും പോകാനൊന്നും പറ്റില്ല. എന്നാലും കഴിവ് ഉള്ളിടത്തോളം പോകും എല്ലാത്തിനും. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മൂത്ത ബ്രദറിന്റെ വൈഫ്, അവള് ചെറിയ പ്രായമാണ്, 36, അന്ന് 36 ഇയേഴ്സേ ഉള്ളൂ. അപ്പം ചെറിയ കുഞ്ഞുങ്ങളുമായി ഇവള് നല്ല മനസ്സോടെ ഈ മോള് പറഞ്ഞു, അനീച്ചാനെ കിഡ്നി ഞാൻ തരാം, എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ എന്റെ കിഡ്നി തരാം, ഒരാൾക്ക് ജീവിക്കാൻ ഒരു കിഡ്നി മതി എന്ന് ഇവള് ഭയങ്കര ധൈര്യമായിട്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു തമാശ പറയുമായിരിക്കും. പിന്നെ എൻ്റെ ബ്രദറും പറഞ്ഞു കുഴപ്പമില്ല, അവൾ എന്തോ പറയുന്നത് അത് കേൾക്കുക. ഞങ്ങൾ അങ്ങനെ അതങ്ങ് പ്രൊസീഡ് ചെയ്തു. അതിന്റെ കാര്യങ്ങൾക്ക് പോവാന്ന് പറഞ്ഞാലും ബ്ലഡ് റിലേഷൻ അല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയൊരു മോള. അവളെ നല്ല മനസ്സോടെ ഒരു പ്രതിഫലവും കൂടാതെ ഒന്നും ആഗ്രഹിക്കാതെ കിഡ്നി ഡൊണേറ്റ് ചെയ്യാനായിട്ട് മനസ്സ് കാണിച്ചു. അപ്പം അതിന് പേപ്പർ വർക്കുകൾ ഒത്തിരി ഉണ്ട്, നാട്ടിലത്തെ ഗവൺമെന്റിന്റെ ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട്. ഇതിനെല്ലാം ഇവള് തന്നെ പോകുന്നത്. അനീജാൻ ഇവിടെ, പുള്ളിക്കാരത്തി അവിടെ. ഇടയ്ക്ക് പോയി പുള്ളിക്കാരനെല്ലാം കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചു. ബാക്കി പേപ്പർ വർക്കുകളെല്ലാം ഇവള് ഈ റോണി എന്നാ എന്റെ നാത്തുവിന്റെ പേര്, ഇവള് തന്നെ പോയി എല്ലാം ചെയ്തെടുക്കുന്നത്. പോയി ഇതെല്ലാം ചെയ്തു. പിന്നെ ഈ 2019 ഒക്ടോബർ മാസം ആ ട്രാൻസ്പ്ലാന്റ് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് 2 മാസത്തെ ലീവാ ഹോസ്പിറ്റലിൽ നിന്ന് തന്നു വിട്ടത്. അപ്പൊ ആ 2 മാസത്തിനകം ഞാൻ അവിടെ ചെന്നു. ഈ ഇപ്പം നടക്കും സർജറി പെട്ടെന്നാവും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഞാൻ നാട്ടിലും ചെന്നിപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ നടക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്ക് കൂട്ടി ലീവ് ചോദിച്ചു പോയത്. പക്ഷെ എൻ്റെ ആ സമയത്തിനകത്ത്
സർജറി നടക്കാൻ ഒരു സാധ്യതയില്ല. എൻ്റെ അടുത്ത് ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഈ സർജറി അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കാം, ഞാൻ അടുത്ത ലീവിന് വരുമ്പോൾ നമുക്ക് 2020 ചെയ്യാം, അതുവരെ ഡയാലിസിസ് ചെയ്ത് പോകാം. ഹസ്ബൻഡ് പറഞ്ഞില്ല, ഇത് ഇപ്പൊ ഇങ്ങനെ തന്നെ നടക്കട്ടെ, ഈ 2019 നമ്മൾ നീ പൊയ്ക്കോളൂ, നിന്റെ ലീവ് കഴിയുമ്പോഴത്തേനും നീ പൊയ്ക്കോ, സാരമില്ല, ഞങ്ങൾ ഇവിടെ സഹായിപ്പം വേറെ ആരും ഇല്ല. എന്നാലും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അങ്ങ് ധൈര്യപ്പെടുത്തി. ദൈവത്തിന്റെ ഒരു ഭയങ്കര ഒരു കരുതൽ ഞാൻ ഓർക്കുക. 2019 കോവിഡ് സ്റ്റാർട്ട് ചെയ്തു, 2020. അതിനു മുമ്പേ തന്നെ ഈ സർജറി അങ്ങ് കഴിയാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ സർജറി, ഞാൻ ഇനി പോരുന്നതിന് 2 ആഴ്ച മുന്നേ സർജറിയുടെ കാര്യങ്ങളെല്ലാം ആയത്. അന്ന് 2019 ഭയങ്കര വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സമയമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് എറണാകുളത്ത് അമൃതയിൽ പോയി ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൊണ്ടുവന്ന് ഇവിടെ കിംസിൽ കൊണ്ട് കാണിക്കണം. ഈ രണ്ടുപേരും വേണം, ഡോണറും റെസിപ്പിയന്റിന്റെയും വേണം. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട്. അപ്പൊ എന്റെ മോനെ ഞങ്ങള് ഈ അവന്റെ പഠനം ഒന്നും മുടങ്ങി പോകണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങള് വെണ്ണിക്കുളം ബദനിയിൽ ഞങ്ങൾ ചേർത്തായിരുന്നു. 8ാം ക്ലാസ് തൊട്ട് കുഞ്ഞവിടെയാ പഠിക്കുന്നത്. അപ്പൊ കുവൈറ്റിൽ നിന്ന് കൊണ്ടുപോയി അവിടെ ചേർത്തു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സർജറിക്ക് മുമ്പ് കുഞ്ഞിനെയും കൂടെ ഒന്ന് പപ്പായെ കാണിച്ചു. അപ്പൊ അവനെയും കൂടെ കളക്ട് ചെയ്ത് ഞങ്ങള് ട്രെയിനിൽ എറണാകുളത്ത് ചെന്നു. പക്ഷെ ഭയങ്കര വെള്ളപ്പൊക്കം കാരണം ഞങ്ങൾക്ക് അമൃതയിൽ എത്താൻ പറ്റുന്നില്ല. ഓരോ ഓട്ടോക്കാരും ഞങ്ങളെ കൊണ്ടുപോകും, ഒരു വഴിയിൽ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിട്ടിട്ട് പറയും, ഇനി അങ്ങോട്ട് പോകത്തില്ല, ഈ ഓട്ടോ അങ്ങോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ് ഇവര് ആ ചാർജ് എടുത്തിട്ട് അങ്ങ് പോകും. ഞങ്ങൾക്ക് എത്താൻ ഒരു വഴിയില്ല. അവസാനം ഒരുപാട് 6 വഴി കൂടെ പോയാലും 6 വഴി അടഞ്ഞ പോലത്തെ ഒരവസ്ഥ. പെട്ടെന്ന് തന്നെ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തേക്കോ സർജറിക്ക്. ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ കൊണ്ടുവിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ റെയിൽവേ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കഴിഞ്ഞാൽ അമൃതയാണ്. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ അവിടെ കൊണ്ടിറക്കി വിട്ടു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയാ. ഞങ്ങൾ കുഞ്ഞുങ്ങളും ഉണ്ട്, എന്റെ നാത്തൂൻ റോണിയുണ്ട്, ഹസ്ബൻഡുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഴ ഇങ്ങനെ നോക്കി നിൽക്കുകയും മഴ പിടിച്ചു നിർത്തിയ പോലെ അങ്ങ് നിന്നു. പെട്ടെന്ന് എന്റെ നാത്തൂനും ഭയങ്കര അത്ഭുതമായി. ഇതുപോലെ ഈ മഴ എവിടെ പോയി, പെട്ടെന്ന് നിന്നു. ഇത്രയും അതുപോലെ തുള്ളിക്ക് ഒരു കുടം എന്ന് പറഞ്ഞ പോലെ പെയ്തുകൊണ്ടിരുന്ന മഴ അങ്ങ് നിന്നു. ഞങ്ങള് സുഖമായിട്ട് അപ്പുറത്ത് കടന്നു, ടെസ്റ്റ് ചെയ്തു, ഞങ്ങള് തിരിച്ചു വന്നു. അതിന്റെ പിറ്റേന്ന് തന്നെ കിംസിൽ അഡ്മിറ്റ് ആകാനായിട്ട് പോവുക. രാവിലെ ഞാൻ എഴുന്നേറ്റു. എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, നമ്മൾ 4 പേരും കൂടി ചേർന്ന് കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. ദൈവത്തിന്റെ നടത്തിപ്പ് എത്ര വലുതാ. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി ഞങ്ങൾ 4 പേരും കൂടെ, കുഞ്ഞുങ്ങൾ ചെറുതാ, അവരോട് ഞാൻ പറഞ്ഞു, പപ്പായുടെ കൈ പിടിക്കും. ഞങ്ങൾ 4 പേരും കൂടെ വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവനെ ദൈവം ആരോഗ്യത്തോടെ ആയുസ്സോടെ മടക്കി കൊണ്ടുവരണം. അങ്ങനെ പ്രാർത്ഥിച്ചു. കിംസിൽ അഡ്മിറ്റ് ആയി. അതിന് മുമ്പ് 24 hours ഡയാലിസിസ് ചെയ്തുകൊണ്ട് പിറ്റേന്ന് രാവിലെ സർജറി കഴിഞ്ഞു. ഒക്ടോബർ 25-ന് സർജറി ചെയ്തു. 14 ദിവസം അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് ICUയിൽ കിടന്നു. റോണി സുഖമായിട്ട് അവള് ഡിസ്ചാർജ് ചെയ്തു. 3 ദിവസത്തിനകം പുള്ളിക്കാരത്തേക്ക് ഡിസ്ചാർജ് കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ എനിക്ക് തിരിച്ചു പോരാനുള്ള സമയമായി. ഹസ്ബൻഡിനെ ഞാൻ എല്ലാ ദിവസവും ഞാനാ പോയി കാണുന്നത്. രാവിലെയും വൈകിട്ടും ഒരാൾക്ക് പോയി കാണാം. അപ്പോഴെല്ലാം എനിക്ക് ഭയങ്കര ഭയമാണ്. ഞാൻ ICUലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, എന്നാലും ഭയങ്കര കെയർ ആയിരിക്കണമല്ലോ ഇവര്. അതുകൊണ്ട് ഞാൻ അതുപോലുള്ള എല്ലാം ഇതെല്ലാം ഇട്ട്, ഐസൊലേഷൻ ഗൗണും എല്ലാം ഇട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. പുള്ളിയുടെ കാലിലൊന്ന് തൊട്ട് അവിടെ നിന്നേം പ്രാർത്ഥിക്കും. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഒരു ഇൻഫെക്ഷനും ഒന്നും വരാതെ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായു എടുക്കുന്ന വസ്ത്രവും ഈ ഇവിടെ ശുശ്രൂഷിക്കുന്നവരും എല്ലായിടത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളി ഇമ്മ്യൂണോ സപ്രസന്റ്, ഒത്തിരി ഇമ്മ്യൂണിറ്റി കുറവാണ് ഇവർക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ എല്ലാം എടുക്കും. ഞാൻ ഇന്നും ആ പ്രാർത്ഥന, ആ വാക്കുകൾ തന്നെ പറഞ്ഞ ഇന്നും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും. അപ്പൊ അവരത് കണ്ടിട്ട് അവർ പറയും, സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് മതി, നിങ്ങൾ കയറുന്നോളെന്ന് എന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കരം പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്നു. പുള്ളിയെ നോക്കാൻ ആരാ ഉള്ളത്? അപ്പൊ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഇന്ന് 70 വയസ്സ് കഴിഞ്ഞു. അമ്മയെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ 7 ദിവസം കഴിഞ്ഞ് തിരിച്ച് കുവൈറ്റിൽ വന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞു. പുള്ളിക്കാരന് 5 മാസം ആയപ്പം പുള്ളിക്കാരന് വിസ, ഇവിടുത്തെ വിസ കഴിയാറായി. അപ്പം ജസ്റ്റ് ഒന്ന് റിന്യൂ ചെയ്തിട്ട് അങ്ങ് പോകാമെന്ന് ഓർത്ത് ഇവിടെ വന്നു. അപ്പോഴൊക്കെ കോവിഡ് നമ്മുടെ നാട്ടിൽ ജസ്റ്റ് അവിടെ
ഇവിടേക്ക് ഒന്ന് പൊങ്ങി തുടങ്ങിയതേ ഉള്ളൂ, ഇങ്ങനെ കേട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുവൈറ്റിലും കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേന് എണ്ണം ഇങ്ങനെ 4, 8, 12 ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം. അപ്പൊ പുള്ളിക്കാരന്റെ പാസ്പോർട്ട് പോലും സ്പോൺസറുടെ കയ്യിലിരിക്കുക. ഞാൻ ഞങ്ങളുടെ ICU കോവിഡ് ICU ആക്കി, മെഡിക്കൽ ICU കോവിഡ് ICU ആക്കി. അപ്പൊ ഈ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസികളുടെ ഒരു ആന്റി, ഒരു അങ്കിളും അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ പുള്ളിക്ക് ഇൻഫെക്ഷൻ ഒന്നും വരണ്ട എന്നുള്ള രീതിയിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ താമസിക്കുമ്പോഴാണ് ഇങ്ങനെ TV-യിൽ ന്യൂസ് എല്ലാം കേൾക്കുന്ന, എയർപോർട്ട് അടയ്ക്കാൻ പോവുക പെട്ടെന്ന്. അത്ര പെട്ടെന്ന് അങ്ങനെ ആയപ്പോഴത്തേന് വിസ അടിച്ചു കിട്ടുന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേന് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു, അന്നത്തെ ആ ഉയർന്ന വലിയ നിരക്കിൽ ടിക്കറ്റ് ഏത് കിട്ടിയാലും കുഴപ്പമില്ല, പുള്ളി തിരിച്ച് നാട്ടിലോട്ട് വിടാനായിട്ട്. ഇവിടെ ഞാൻ കോവിഡ് ICUലാണല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് തന്നെ പുള്ളിയെ ദൈവം അവിടെയും സഹായിച്ചു. അങ്ങനെ ടിക്കറ്റ് ലഭിച്ചു, കണക്ഷൻ ഫ്ലൈറ്റ് ആണേലും നാട്ടിൽ കയറ്റി വിട്ടു, വിസ അടിച്ചില്ല. പിന്നെ ആ വിസയിൽ തിരിച്ചു വരാൻ പറ്റിയതുമില്ല. അങ്ങനെ അങ്ങ് നാട്ടിൽ സെറ്റിലായി. അവിടെ മോളെ പിന്നീടാണ് കൊണ്ടുപോയത്. അപ്പൊ പിന്നെ മോളും ഞാനും തനിയായി ഇവിടെ. പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് ചർച്ചില്ല, ആരാധനയില്ല, സൂം മീറ്റിങ്ങുകളായി. ഇങ്ങനെ ഞങ്ങൾക്ക് 12 hours ഡ്യൂട്ടി ആയി. ഇങ്ങനെ പോവുകയാണ്. വളരെ ഭയങ്കര ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ഡ്യൂട്ടിയാ കോവിഡിന്റെ. ഭയങ്കര വിഷമം. കുഞ്ഞിനെ അപ്പൊ എന്റെ നാത്തൂനുണ്ട് ഇവിടെ, ഹസ്ബൻഡ് സിസ്റ്റർ ഉണ്ട്, അവര് ഫാമിലി ആയിട്ട്. അപ്പൊ ഞങ്ങൾ തൊട്ട് താഴത്തെ ഫ്ലോറിലാണ് അവർ താമസിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് ഞാൻ ഈ ICUന്ന് വരുന്നോണ്ട് ഇവള് കൂടത്തിൽ നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട്, അതുമല്ല പകലല്ലേ കുഞ്ഞ് തന്നെ ഇരിക്കുന്നത്, അപ്പൊ അവരുടെ കൂട്ടത്തിലോട്ട് നിർത്തി. അങ്ങനെ 2020 ജൂൺ മാസം ആയപ്പം, ജൂൺ മാസം 2-ാം തീയതി 3-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ അന്ന് എനിക്ക് ഓഫാ, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിറ്റേന്ന് എന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടണല്ലോ ഞങ്ങളുടെ. അപ്പം ഇത്രയും ദൈവം നടത്തി. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു വേദന, എന്നെ ഒരു നുള്ളുന്ന പോലെ ഒരു വേദന പോലെ എനിക്ക് തോന്നി. ഞാനപ്പം ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെ എന്റെ വലത്തെ കൈ കൊണ്ട് ഞാൻ ഭാഗത്തൊന്ന് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് എന്തോ തോന്നി, ഇവിടെ എന്തോ ഒരു ചെറിയൊരു തടിപ്പുണ്ടല്ലോ, എന്തോ ഇങ്ങനെ തോന്നി. എനിക്കിപ്പം നന്നായിട്ട് ക്ലിയർ ആയിട്ട് എനിക്കത് മനസ്സിലാവുന്നുമില്ല. ശരിക്കും പ്രസ് ചെയ്ത് നോക്കിയാൽ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റാത്തൊരു സ്റ്റേജ്. അപ്പം രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നപ്പോ ഇതിനെക്കുറിച്ച് പിന്നെയും ഞാനിങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഉള്ള പോലെ തോന്നി. വല്ലാത്തൊരു ഭയം എന്നെ അങ്ങ് പിടിച്ചു. എനിക്കറിയത്തില്ല, അടുത്ത് കുഞ്ഞുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഈ ക്യാൻസർ എന്നുള്ള ഒരു ഇതാ എന്റെ മനസ്സിൽ വരുന്നത്. ഞാൻ വളരെ അങ്ങോട്ട് ഭയപ്പെട്ടു പോയി ആ സമയം. പിന്നെ എന്തോ ധൈര്യം സംഭരിച്ച് ഞാൻ അങ്ങ് കിടന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് ജോലിക്ക് പോയി കഴിഞ്ഞു. അവിടെ ചെന്നിട്ട് ജോലിക്ക് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഐസൊലേഷൻ ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അന്നത്തെ സമയം എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്ററോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ തോന്നിയായിരുന്നു ഇന്നലെ, നമ്മളിപ്പോ ഈ അവസ്ഥയിൽ ഇപ്പൊ ആരെയാ കാണിക്കേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഈ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ അത് ദൈവം കാണിച്ചു തന്ന, അങ്ങനെ അതങ്ങ് ഇഗ്നോർ ചെയ്യല്ല, അപ്പോൾ അതിനെ ഡോക്ടറിനെ കാണിക്കണം, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തിക്ക് പരിചയമുള്ള ഒരു സർജനെ ആ വാർഡിലോട്ട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ഇതെല്ലാം ഇത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഐസൊലേഷൻ ഗൗണും എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് കൈയൊക്കെ കഴുകി നമ്മളൊന്ന് അവിടം വരെ ചെല്ലുന്ന കാര്യം ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഇതെല്ലാം എൻ്റെ അടുത്ത് എന്നെ ഓടിച്ചു വിട്ടു. എൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഈ ഡോക്ടർ അങ്ങ് പോയി. പിന്നെ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടാൽ എനിക്ക് ഇന്ന ഡോക്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു ഡോക്ടറെ അവിടെ കണ്ടു. ഡോക്ടർ ടെസ്റ്റ് പോലും ചെയ്തില്ല. അപ്പൊ പറഞ്ഞു, ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്ക്, ഒരു സ്കാൻ ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റും എല്ലാം അടഞ്ഞു കിടക്കും. അത് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് മാത്രം ചെയ്യുന്ന സമയം. ആ ഒരു കോവിഡിന്റെ ആ പീക്ക് ടൈം അല്ലേ. അപ്പൊ ഒരു രക്ഷയില്ല, നമുക്ക് ഒരു ഫോളോ അപ്പ് ചെയ്യാനോ ആര് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അപ്പൊ പ്രൈവറ്റിൽ, അപ്പൊ ഇത് ഞാൻ പക്ഷെ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മതി, ഭയങ്കര ടെൻഷനാ. പുള്ളിയുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ടെൻഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്കൊരു ഒരു എനിക്ക് എന്നെ കുറിച്ച് ഒരു ടെൻഷൻ എനിക്കില്ല. അത് ഞാൻ പിന്നീട് എപ്പോഴും ചെയ്യാന്നുള്ള അങ്ങനെ ഒരു മൈൻഡാണ് എൻ്റെത്. അപ്പം പുള്ളിക്കാരൻ ഇതെല്ലാം ഭയങ്കര ടെൻഷനായിട്ട് പുള്ളിയുടെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു, ദീപ്തിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, എങ്ങനെയെങ്കിലും അതൊന്ന് ആരെങ്കിലും ഡോക്ടേഴ്സിനെ ഒന്ന് കാണിക്കണം, ഒരു സ്കാൻ ചെയ്യാൻ നോക്കണം. പുള്ളിക്കാരത്തി അപ്പൊ എന്നെ വിളിച്ചു, നമുക്കത് പ്രൈവറ്റിൽ എവിടെയെങ്കിലും പോയി ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ പ്രൈവറ്റിലൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു. അതിന് പോകാൻ ഒരുങ്ങി ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ് ക്യാൻസലായി. പിന്നെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പം ആ അപ്പോയിന്റ്മെന്റിന് പോയി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അൾട്രാ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, അത് അത് ബിനൈൻ ആയിട്ടുള്ളത്, അങ്ങനെ വേറെ ഒന്നും അല്ല എന്നുള്ള, ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നും ഇല്ല, ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. ആ റിപ്പോർട്ടും കൊണ്ട് ഞാൻ എന്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞു പേടിക്കാനൊന്നുമില്ല സിസ്റ്ററെ, ഇത് സാധാരണ എല്ലാവർക്കും ഉള്ളത് പോലെ ആയിരിക്കും, അത് ഫോളോ അപ്പ് ചെയ്താൽ മതി. നീ എന്തെങ്കിലും അത് പിന്നെ അത് ഇങ്ങനെ സർജറി ചെയ്യുന്ന സമയത്ത്, എക്സഷൻ ചെയ്യുന്ന സമയത്ത് ബയോപ്സിക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കാൻ നേരം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഒരു മാമോഗ്രാമും കൂടെ ഒന്ന് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ മാമോഗ്രാം ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല. ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ, ഇവിടെ അങ്ങനെ ഒരു റൂൾ ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിലും ഞാൻ താമസിക്കുന്ന ഏരിയയിലുള്ള ഹോസ്പിറ്റലിലാണ് ഞാൻ പോകേണ്ടത്. എവിടെ എൻ്റെ ID ഉള്ള ആ ഏരിയയിലാണ് പോകേണ്ടത്. അപ്പൊ അവിടെ എനിക്ക് എന്റെ കൂടെ തൊട്ടപ്പുറത്തുള്ള ഒരു സിസ്റ്റർ ജോലി ചെയ്യുന്ന അവിടെയാ. അപ്പൊ പുള്ളിക്കാരത്തിയോട് പറഞ്ഞ് ഞാനൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു. അങ്ങനെ ഇത് ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ ഈ ഹസ്ബൻഡിനോട് ഇതൊക്കെ ഇത്രയും വരെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ഫാമിലിയോട് ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു, പാസ്റ്ററിനോടും വൈഫിനോടും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേർക്ക് അറിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ മാമോഗ്രാം എടുക്കുമ്പം അവിടുന്ന് എന്നോട് പറഞ്ഞു, അവർക്ക് അപ്പൊ തന്നെ ഡൗട്ടായി അതിന്റെ ഒരു ഷേപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഒരു റെഗുലർ ഷേപ്പ്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ എപ്പോ വിളിച്ചാലും ബയോപ്സി എടുക്കാനായിട്ട് വരണം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ തിരിച്ച് റൂമിൽ എത്തിയില്ല, വരുന്ന വഴിക്ക് തന്നെ ഇവരെന്നെ വിളിച്ചു, സിസ്റ്റർ നാളെ തന്നെ രാവിലെ വന്ന് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ തന്നെ ഞാൻ പിറ്റേന്ന് ഓഫൊക്കെ എടുത്ത് ഞാൻ പോയി ബയോപ്സി എടുത്തു. ബയോപ്സിയുടെ റിസൾട്ട് വരാനായിട്ട് അങ്ങ് താമസിക്കുക. അപ്പൊ തന്നെ എനിക്ക് അങ്ങ് ഡൗട്ടായി, എന്റെ കർത്താവേ, സാധാരണ 7 ദിവസം കൊണ്ടൊക്കെ വരുമല്ലോ, ഇതെന്താ, എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടാണ്. ഞാൻ പലരോടും അന്വേഷിക്കാനായിട്ട് കൊടുത്തിട്ടൊന്നും എനിക്ക് ഒരു ഇത് കിട്ടുന്നില്ല. ഞാൻ അത് ഡയറക്റ്റ് കയ്യിലേക്ക് തരത്തോളെന്ന് പറഞ്ഞു റിപ്പോർട്ട്. അങ്ങനെ ജൂൺ മാസം ലാസ്റ്റ് ആയപ്പോഴത്തേന് അതിന്റെ റിപ്പോർട്ട് കിട്ടുവാനായിട്ട് ഇടയായിരുന്നു. അപ്പം സെക്കൻഡ് സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കർത്താവിന് ഈ ബയോപ്സി മാമോഗ്രാം വരെയുള്ള കാര്യങ്ങൾ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മാമോഗ്രാം എടുത്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്, ബയോപ്സി ഒന്നും ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെങ്കിലും അത് കീറി എടുക്കുന്ന സമയത്ത് ബയോപ്സി ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് പുള്ളിയെ ഞാനങ്ങ് ആശ്വസിപ്പിച്ച് ഒന്ന് ഒതുക്കി അങ്ങ് നിർത്തി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സാരമില്ല, ഒന്നും പ്രശ്നമില്ല എന്നാ പറഞ്ഞത് ഡോക്ടർ, കുഴപ്പമില്ല. പുള്ളിക്ക് അത്ര, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും അതൊന്ന് ചെയ്യാൻ നോക്ക്, അതങ്ങ് അവിടെ ചെയ്യാൻ നോക്ക്, ഡോക്ടേഴ്സിനോട് ആരെങ്കിലോട് ഒന്ന് പറഞ്ഞു നോക്കെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ കുഴപ്പമില്ലെന്നാ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ബയോപ്സി കഴിഞ്ഞു. പിന്നെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതും ഭയങ്കര പ്രയാസം. പക്ഷെ ഞാൻ ഓരോന്നും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാ പോകുന്നത്. പിന്നെയുള്ള ടെസ്റ്റുകളൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ, MRI ചെസ്റ്റ്, പിന്നെ MRI ബ്രസ്റ്റ്, CT ചെസ്റ്റ്, CT അബ്ഡോമൻ, പിന്നെ പെറ്റ് സ്കാൻ, ഇതെല്ലാം ഓരോന്നിലൂടെ ഒരെണ്ണത്തിന് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഇത് ചെയ്തോണ്ടോ, ഇത് ചെയ്തോണ്ടോ. ട്രീറ്റ്മെന്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ ആകെ അങ്ങ് പ്രയാസപ്പെട്ടു. ഓരോന്നിനും ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാ പോകുന്നത്, എന്റെ അസ്ഥികളെല്ലാം എണ്ണി അറിഞ്ഞ നീയാ. ദൈവമേ സ്തോത്രം. ഞാൻ സ്കാനിങ്ങിലെല്ലാം കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളില് മാനസികമായിട്ടുള്ള ഉത്കണ്ഠകൾ ഉണ്ട്. ഇതെങ്ങോട്ടെങ്കിലും സ്പ്രെഡ് ആയോ, എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് ഇതിന്റെ പെറ്റ് സ്കാനൊക്കെ എടുത്തു കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. ഈ സ്കാനിങ്ങിലെല്ലാം കിടക്കുമ്പോൾ ഞാൻ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ കർത്താവെ, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു, ഇനി ഒരു കഷ്ടത്തിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം എന്നെ പക്ഷെ ദൈവം ഭയങ്കരമായിട്ട് എന്നെ ബലപ്പെടുത്തി. എനിക്ക് അറിയത്തില്ല എങ്ങനെ ദൈവം, നമ്മുടെ മുഖം വാടിയിരിക്കുമ്പോൾ തന്നെ ഹൃദയം സുഖമായിട്ടിരിക്കുന്നു പറയാം. എന്നെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഒരു വിഷമമൊക്കെ അനുഭവിച്ചു, പക്ഷെ ഹൃദയത്തിൽ ഞാൻ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ല. കടന്നു പോകുന്ന വഴികളിലെല്ലാം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും പിന്നെ ഞാൻ ഓരോരുത്തർക്കും പറയും, എന്നെ സഹായിക്കാൻ യഹോവ എന്നെ സഹായിക്കുന്നവരോട് കൂടെ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും, പിന്നെ സ്ഥലത്ത് ഫയൽ ഓപ്പൺ ആകാനുള്ള തടസ്സങ്ങൾ, ഓരോ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സ്ഥലത്ത് തടസ്സങ്ങൾ, പക്ഷെ അതിനൊക്കെ ദൈവം ആൾക്കാരെ അവിടെ എല്ലാം ഒരുക്കും. ഞാൻ ഓരോരുത്തർക്കും ചെല്ലുമ്പോൾ ഞാൻ പറയും, കർത്താവ്, ഞാനിന്ന് ബോസിന്റെ കളത്തിലാണ് എത്തിയത്, എന്നെ സഹായിക്കാൻ, എന്നെ കരുതുവാൻ ഇവിടെ ആളുണ്ട്. സ്തോത്രം. അങ്ങനെ ആ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. ഇവിടെ നമ്മുടെ നാട്ടിലെ RCC പോലെ തന്നെ KCC എന്നും പറഞ്ഞ കുവൈറ്റ് ക്യാൻസർ സെന്റർ, അതിൻ്റെതായിട്ട് തന്നെ ഉള്ള ട്രീറ്റ്മെന്റ് അതിനുള്ള ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ അവിടെ കടന്നു നിന്ന് ഫയലൊക്കെ ഓപ്പൺ ചെയ്തു. 2.5 മാസത്തിന് ശേഷം കീമോ എടുക്കാൻ തുടങ്ങി. കീമോ എനിക്ക് 8 കീമോ എടുക്കണമായിരുന്നു. കീമോ എടുക്കുക, ഇതൊന്നും ഹസ്ബൻഡ് അറിയുന്നേ ഇല്ല. ഹസ്ബൻഡും എൻ്റെ അമ്മയും നാട്ടിലുണ്ട്.
അവരും ഇങ്ങനെ ഭയങ്കര ഐസൊലേറ്റ് ചെയ്ത് താമസിക്കും, ആരും വീട്ടിലോട്ടൊന്നും വരാതെ. പുള്ളിയുടെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പോലും വീട്ടിലോട്ട് കയറാതെയൊക്കെ അവരങ്ങനെ അവിടെ താമസിക്കുന്ന സമയം മോനും അപ്പം ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് അവനും വീട്ടിൽ വന്ന് നിൽക്കുന്നു. മോൾ എൻ്റെ കൂടെ നിൽക്കുന്നു. ഞങ്ങൾ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോവുക. ആരാധന പാസ്റ്ററിന് അറിയാം, നാട്ടിലത്തെ എൻ്റെ പാസ്റ്ററെ ഞാൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ആകെ വിഷമിച്ച്, ദീപ്തി ഇനി പോരെ, നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല പാസ്റ്ററെ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഫ്രീ ആയിട്ട്, എല്ലാം നല്ല ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടുന്നത്, എല്ലാം നന്നായിട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞിങ്ങനെ കടന്നുപോയി. അങ്ങനെ 8 കീമോയും എടുത്തു. ആ സമയത്തൊക്കെ വളരെ ക്ഷീണവും വൊമിറ്റിങ്ങും എല്ലാം. വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, പക്ഷെ വൊമിറ്റ് ചെയ്യത്തില്ല. നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ഇവർ തരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദേഹത്ത് നല്ല ബോഡി പെയിനും ഒക്കെ ഉണ്ട്. ഈ ഓരോ കീമോ കഴിയുമ്പോഴും നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണം 3 ദിവസം. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെ വലിച്ചു പറിക്കുന്ന പോലുള്ള ഒരു വേദന ബോണിനൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ടൊക്കെ എന്റെ വായൊക്കെ പൊട്ടി, എനിക്ക് ഒട്ടും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും ദൈവം അങ്ങ് ഭയങ്കര അത്ഭുത, എന്നെ അങ്ങ് ബലപ്പെടുത്തുക. ഓരോ വചനം പറഞ്ഞ്, ഞാൻ കീമോ ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചിലപ്പോൾ കിടക്കത്തില്ല, ഞാനിങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് റൂമിൽ ഇങ്ങനെ നടക്കും, സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കും. എന്റെ കുഞ്ഞിതൊക്കെ കണ്ടോണ്ടിരിക്കും. അവൾക്ക് 8 വയസ്സ് 8.5 വയസ്സേ ഉള്ളൂ. പക്ഷെ ഈ സമയത്ത് എന്റെ കുഞ്ഞെന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ബലപ്പെടുത്തി. എന്റെ മോള്, ഇവള് പാട്ടുകളൊക്കെ, ഓൺലൈൻ ക്ലാസ് ആണ് ഇവക്കും. അപ്പം ഇവളിങ്ങനെ പാട്ട് പാടും ഓരോ ദിവസം. അപ്പൊ ഞാനിങ്ങനെ കിടക്കുമ്പോ ഇവള് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ, മൈക്കൊക്കെ പിടിച്ച് പാടുന്ന കണക്ക് കുഞ്ഞിന് പാടാനുള്ളൊരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്, സ്തോത്രം. അങ്ങനെ ഇവള് പാട്ടുകളൊക്കെ പാടി പാടി എന്നെ അങ്ങ് ആശ്വസിപ്പിക്കും. പിന്നെ ഇവള് പാട്ട് പാടുമ്പോ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട്, അപ്പം ഓരോ ദിവസം ഇവള് ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടും, നമ്മുടെ ക്രിസ്തീയ പാട്ടുകൾ ഇങ്ങനെ പാടിയിട്ട് അത് റെക്കോർഡ് ചെയ്യും. അപ്പൊ മമ്മിക്ക് ഒരു ആശ്വാസ ഗാനം എന്ന് പറഞ്ഞ് ഇവളതിനൊരു ടൈറ്റിലും കൊടുക്കും. മമ്മിക്ക് ഒരു ആശ്വാസ ഗാനം എന്ന് പറഞ്ഞ് ഓരോ പാട്ടുകൾ പാടി ഈ ഞങ്ങളുടെ ചർച്ചിലുള്ള ആന്റിക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും. ഞാൻ അതിന്റെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആന്റിക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും. ആദ്യമൊക്കെ ഒരു പാട്ട് 4-5 വരി പാടിയിട്ട് അങ്ങ് നിർത്തും. പിന്നെ പിന്നീട് അവളൊരു വചനങ്ങൾ പറയാൻ തുടങ്ങി. ചെറിയൊരു വചനം എടുത്തിട്ട്, കുഞ്ഞാണേലും അവള്. അപ്പം ഈ ആന്റി കുറെ പേർക്ക് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇത്രയും പേരുടെ മൊബൈലിൽ ഇത് എത്തുന്നുണ്ട്. ഈ രാത്രി 9 മണിയാകാൻ നോക്കിയിരിക്കുന്നവരുണ്ട് കുഞ്ഞിന്റെ പാട്ടൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം പറയാം, ഭാരത്തിലൂടെ അവളിങ്ങനെ അങ്ങ് പറയും ലാസ്റ്റ്, ഭാരത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസമാവട്ടെ. എന്റെ മമ്മി എന്റെ കാര്യങ്ങളൂടെ പറയും. എന്റെ മമ്മിക്ക് ഇന്ന് ഒത്തിരി ആശ്വാസമുണ്ട്, മമ്മിക്ക് ഇന്ന് ഒത്തിരി സൗഖ്യമുണ്ട്, മമ്മി ഇന്ന് ഒത്തിരി ബലത്തോടെ ഇരിക്കുന്നു, മമ്മി ഭയങ്കരമായിട്ട് വചനം പറഞ്ഞ് ഇതിലെ കൂടെ ഒക്കെ നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നെ ചിലപ്പം കേട്ടത് പോലും ഇല്ല ഈ മുറിക്കകത്തോട്ട് ഇവളിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ഞാൻ പറയും, മോളെ ഇങ്ങനൊന്നും പറയണ്ട, അല്ലെ ഞാൻ പറയും ഇങ്ങനെ പറ എന്ന് പറഞ്ഞു കൊടുത്താൽ പറയും, മമ്മി ഇതിനകത്ത് ഇടപെടണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. ഇങ്ങനെ ആ കുഞ്ഞിനെ അങ്ങ് ദൈവം എടുത്ത് ഉപയോഗിച്ച് അവളപ്പം ചെറിയ ചില പാട്ടുകളൊക്കെ അവളുടെ സ്വന്തം ഇതിലങ്ങ് എഴുതുക. ചില പാട്ടുകളൊക്കെ എഴുതുന്നു. എനിക്കറിയത്തില്ല ഇന്ന കർത്താവ് അത്രയും അവളോട്, പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്വം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന, സ്തോത്രം. അവള് ദൈവനാമത്തിൽ അറിയപ്പെടും എന്നുള്ള വാഗ്ദത്വം ഉള്ളത്. കർത്താവ് അങ്ങനെ ആ കുഞ്ഞിനെ എനിക്ക് ഭയങ്കരമായിട്ട് ആശ്വാസമായിട്ട് ദൈവം നിർത്തി. ഞാൻ കീമൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് തരാൻ, എന്റെ കാലൊന്ന് തിരുമ്മി തരാൻ പറഞ്ഞാലും കിടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചൂടങ്ങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് എനിക്ക് ചൂട് ഫീൽ ചെയ്യും. എന്റെ മുടിയൊക്കെ പൊഴിഞ്ഞു, എനിക്ക് എന്റെ ശരീരത്തിൽ ഒരു രോമം പോലും ഇല്ല. പക്ഷെ ആ സമയത്ത് എനിക്കറിയത്തില്ല, എന്റെ ഹസ്ബൻഡ് എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തലയിൽ ഇങ്ങനെ തുണി ഇട്ടേക്കും, ചുറ്റി തലയിൽ തുണി ഇട്ടേക്കും, വിഗും കൂടെ വെച്ചിട്ട് തലയിൽ കൂടെ തുണിയും ഇടും. ചിലപ്പോ ഇങ്ങനെ കുളിച്ചിട്ട് ഇങ്ങനെ തല മുകളിലോട്ട് ഇങ്ങനെ ടവൽ ഇങ്ങനെ ഇട്ടേക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ പുള്ളി എന്നെ നോക്കി വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ എന്നെ നോക്കിയാലൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം പിരിയൊക്കെ ഞാനിങ്ങനെ വരച്ചൊക്കെ അങ്ങ് വെക്കും. അങ്ങനെ പുള്ളിക്ക് ചിലപ്പോൾ പറയും, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ, നീ നൈറ്റ് കഴിഞ്ഞ് വന്നാണോ, ഒക്കെ ഉറങ്ങും, പോയി കിടന്ന് ഉറങ്ങുന്നൊക്കെ പറയും. അത്രയൊക്കെ പുള്ളിക്ക് അറിയത്തുള്ളൂ. ചില സമയത്ത് എനിക്ക് ക്ഷീണമാണെന്ന് ഞാൻ മൊബൈൽ എടുക്കത്തില്ല. ഞാൻ കുഞ്ഞിനോട് പറയും, മോളെ ഇപ്പൊ നിന്റെ ഫോണിൽ എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഇവളുടെ ഫോണിൽ വിളിക്കും. അപ്പൊ വിളിക്കുമ്പോൾ അവള് പറയും, മമ്മി ഡ്യൂട്ടിയാ, മമ്മി അല്ലെങ്കിൽ ബാത്റൂമിലാ, ഇങ്ങനെയൊക്കെ ഉള്ള. അവളും അതിനനുസരിച്ച് അങ്ങനെ കുഞ്ഞു പ്രായം എന്നിട്ട് പോലും ഇവൾ ഒരു വാക്ക് പോലും എന്നെ കുറിച്ചൊന്ന് പറയുവോ, അല്ലെ മമ്മി ഇങ്ങനെ കടന്നു പോകുന്നെന്ന് പറയാം. ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, നമുക്ക് പപ്പയോട് പറയാം മമ്മി, ഇതെന്തോ പറഞ്ഞാലും എന്തോ കുഴപ്പം. ഞാൻ പറയും, മോളെ ഈ സമയത്ത് പറയണ്ട, പപ്പയ്ക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല, പുള്ളി മെഡിസിൻ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു, പുള്ളി എന്റെ കൂട്ട് അങ്ങനെ ഒരു ബലമുള്ള ഒരാളല്ല, ധൈര്യമുള്ള ഒരാളല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവം അത് മറയ്ക്കാനുള്ള കൃപ തന്നു, കുഞ്ഞിനും ആ കൃപ കൊടുത്തു. ഒരു വാക്ക് പോലും അവിടെ വായിന്ന് അതുവരെ വന്നിട്ടില്ല. 5 മാസം 5 കീമോ കഴിഞ്ഞെന്റെ 5 കീമോ കഴിഞ്ഞ് 5-മത്തെ കീമോ ആയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഇത് ഞാൻ പറയാൻ പോവാ. നമുക്ക് തുണയായിട്ട് കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണ കർത്താവാ.
നമുക്ക് സ്വന്തം തുണയെന്ന് പറഞ്ഞ ആൾ പോലും എനിക്ക് തുണയായിട്ട് എൻ്റെ അടുത്തില്ല. ഞാൻ ആരോടെ പറയുന്നത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. എൻ്റെ കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ദൈവം എന്നെ ഒത്തിരി ശക്തീകരിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്തു, വചനങ്ങളിലൂടെ ആണെങ്കിലും. പലപ്പോഴും സൂമിലൊക്കെ ചിലപ്പം ചർച്ച് സൂം മീറ്റിങ്ങുകളൊക്കെ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്യാനിരിക്കും, പക്ഷെ ഞാൻ അവിടെ കിടന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഉറങ്ങിപ്പോവും. പക്ഷെ അങ്ങനെ ആ ഒരു സമയം, എന്നാലും വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. ആ സമയത്ത് വചനത്തിലൂടെ എല്ലാം ദൈവം എന്നോട് ഇടപെട്ട് എന്നെ ശാക്തീകരിച്ചു. ഈ ഓരോ കീമോയ്ക്ക് മുന്നേയും ഇവര് പെട്ടെന്ന് പെട്ടെന്ന് എന്റെ കീമോ തീർക്കാനാണ് നോക്കുന്നത്. കാരണം ഈ കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് അവിടെ അപ്പോയിന്റ്മെന്റുകൾ ഇങ്ങനെ ഷെഡ്യൂൾ കൂടി കൂടി വരുന്നതുകൊണ്ട് അവർ പറയും, നിങ്ങൾ എങ്ങായിട്ടുള്ള ആൾക്കാരെ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ 3 വീക്സ് കൂടുമ്പോഴാണ് കീമോ കൊടുക്കുന്നത്. അപ്പൊ ഇവര് 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കീമോ തരും. അത് ശരീരത്തിന് താങ്ങാൻ പറ്റത്തില്ല. പെട്ടെന്ന് പെട്ടെന്ന് 2 ആഴ്ച കൂടും. ഒരാഴ്ച എടുത്ത് ഒരു കീമോ കഴിഞ്ഞ് ഒരാഴ്ച ഒന്നായി നമ്മളൊന്ന് ജീവൻ ആയിട്ട് വരുമ്പോൾ അടുത്ത കീമോ. അപ്പോഴത്തേക്കും ഞങ്ങൾ കടകളിലൊക്കെ പോയി ക്യൂ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് ഞാനും മോളും കൂടെ പോകും. പോയിട്ട് ചിലരൊക്കെ സഹായിക്കും, ചിലരെല്ലാം കൊണ്ട് തരും സാധനങ്ങൾ. എന്നാലും ഞങ്ങൾ പുറത്തുനിന്ന് പോകും. ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല കോവിഡ് വരും. എന്റെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയം, എന്നാലും എനിക്കൊരു പേടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി എൻജോയ് ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് മേടിക്കുകയും കഴിക്കുകയും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് കുക്ക് ചെയ്ത് അടുത്ത ഒരാഴ്ചത്തേക്കുള്ളത് കുക്ക് ചെയ്ത് വെക്കും. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാര്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്നെ സഹായിച്ചവർ, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നെ സഹായിച്ചവര്, എന്നെ ശുശ്രൂഷിച്ചവര്, എന്നെ സ്നേഹിച്ചവര്, എനിക്ക് വേണ്ടി കരം നീട്ടി എന്നെ ഒത്തിരി പേര് സഹായിച്ചു. അന്ന് ഞാൻ വളരെ അങ്ങ് ഭാരപ്പെട്ടു. ദൈവമേ, പുള്ളിക്കാരൻ ജോലിയില്ലാതെ പുള്ളിക്ക് നല്ലൊരു എമൗണ്ട് പുള്ളിയുടെ ട്രീറ്റ്മെന്റ് മെഡിസിന് വേണ്ടിയിട്ടാകും. നമുക്കറിയാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനാ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവര്. അപ്പൊ ഞാൻ മാത്രമുള്ള ഒരു ഏണിംഗ് മെമ്പർ ആയിട്ടുള്ളത്. എൻ്റെ ഈ സാലറിന്ന് വേണം പുള്ളിക്കുള്ളത്. കുഞ്ഞുങ്ങള് അവര് ഓൺലൈനാണേലും അവരുടെ ഫീസ് അടയ്ക്കണം. എന്നാലും അങ്ങനെയൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഭാരം. ദൈവമേ, മുന്നോട്ട് എങ്ങനാ, എനിക്കിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ആയുസ് മുന്നോട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു വിചാരങ്ങളൊക്കെ എനിക്ക് വരും. ഈ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഓർക്കും, ദൈവമേ ഇത് എവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡ് ആയി ഇനി മുന്നോട്ട് ഈ പുള്ളി അറിയും, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും പുള്ളിയെ കൊണ്ട്, പുള്ളി ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു എങ്ങനെയാന്നൊക്കെ ഞാനുള്ള ചിന്തകളൊക്കെ വരും. പക്ഷെ കർത്താവിന്റെ കാര്യങ്ങൾ അപ്പൊ തന്നെ അങ്ങ് കൊടുക്കും, അതിനകത്തൊക്കെ അങ്ങ് ജയമെടുക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഓർക്കും, ദൈവമേ എനിക്ക് വല്ല ഇനി സാലറി 6 മാസത്തെ എനിക്ക് മെഡിക്കൽ ലീവ് കിട്ടി. മെഡിക്കൽ ബോർഡ് കൂടി എനിക്ക് ആ ലീവ് 6 മാസത്തെ കിട്ടി. അങ്ങനെ ആ ലീവ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ല. ട്രീറ്റ്മെന്റ് ഈ കീമോ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വീട്ടിലാണ് കുഞ്ഞുമായിട്ട്. കീമോയ്ക്ക് മാത്രം എൻ്റെ സിസ്റ്റർ എന്നെ രാവിലെ കൊണ്ടുപോകും. പക്ഷെ ആ സമയത്തൊന്നും ഒരു കോവിഡ് പോലും എനിക്ക് വരാതെ ദൈവം സൂക്ഷിച്ചു. ഇത്രയും ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കോവിഡോ ഒന്നും വന്നില്ല. എൻ്റെ കർത്താവ് എന്നെ ശക്തീകരിച്ചു. ചില സമയത്ത് അവിടെ പോയിട്ടും അവിടെ സുവിശേഷം പറയാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ഇതെടുക്കുമ്പോൾ ഈ ഹസ്ബൻഡിന് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്നുള്ള ഭയങ്കര 5-മത്തെ കീമായപ്പോൾ ഞാൻ മോളോടും പറഞ്ഞു, നമുക്കിത് പറയാം. പലപ്പോഴും പാസ്റ്റർമാർ എന്നോട് പറയും, സിസ്റ്റർ നമുക്കിത് പറയണ്ടായോ, ഇങ്ങനെ പോയാൽ എങ്ങനെ, അനി ബ്രദർ ഇത് അറിയണ്ടായോ. അങ്ങനെ ഞാൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, അനീച്ച ഒന്നും ഭാരപ്പെടാനില്ല. നമ്മൾ അന്ന് പറഞ്ഞ ആ മാമോഗ്രാം കഴിഞ്ഞ് ഞങ്ങള് ബയോപ്സി ചെയ്തു. ഇനി എനിക്കിങ്ങനെ സെക്കൻഡ് സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറാ. ട്രീറ്റ്മെന്റ് ഇതുവരെ എത്തി. ഇനി ഒന്നും പേടിക്കണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ പദ്ധതികൾ വലുതാ. പുള്ളി ആകെ അങ്ങ് അപ്സെറ്റ് ആയിപ്പോയി. ഒരാഴ്ചത്തേക്ക് പുള്ളി ദൈവമേ ഇതെന്താ ഇങ്ങനെ, ഞങ്ങളിങ്ങനെ കഷ്ടങ്ങളിങ്ങനെ ഒന്ന് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, എന്താ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മാത്രം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. പക്ഷെ ദൈവം പിന്നെയും ബലം നൽകി. ഞാൻ പറഞ്ഞു, ഇത്രയും ഞാൻ കടന്നുപോയില്ലേ, നീ നോക്ക്, എന്നെ നോക്ക്, ഞാൻ ബലമായിട്ട് ഇരിക്കുന്നില്ലേ. അങ്ങനെ ആ അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ ആ ഫൈനാൻസിന്റെ കാര്യം പറയാൻ വന്നപ്പോഴാ, ഇവര് നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക ഹസ്ബൻഡ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ദൈവം നടത്തുന്നല്ലോ. അപ്പൊ ഇവര് പൈസയൊക്കെ ചെലവാക്കും. പുള്ളി അപ്പോഴത്തേന് ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ തുടങ്ങി. നാട്ടിലൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെയും കൂടെ ദൈവം ഒരുക്കി. ഞങ്ങൾ ചെറിയ ഒരു വസ്തു വാങ്ങിച്ചിട്ടിരുന്നു. അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ, ഒരു ബിൽഡിംഗ് പണിയാനായിട്ടുള്ള ചെറിയ പണികളൊക്കെ തുടങ്ങി. അപ്പോഴത്തേനും എനിക്കങ്ങ് ടെൻഷൻ. എന്റെ ദൈവമേ, എനിക്ക് സാലറി കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ 6 മാസം ജോലി ചെയ്തു. പക്ഷേ ദൈവം എന്നോട് കരുണ കാണിച്ചു. ഇവിടെ ലോൺ ഉണ്ട്, അത് അടയ്ക്കണം. എന്നാലും ദൈവത്തിന്റെ കരുണ കൊണ്ട് ആ 6 മാസം എനിക്ക് ഇവര് സാലറി തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് നാട്ടിലും ഇവർക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ അറിയുന്നുമില്ല എനിക്ക് ഇങ്ങനെയുള്ള ഇതിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ അത് തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പാസ്റ്ററെ വിട്ടൊക്കെ സംസാരിപ്പിക്കുന്നുണ്ട്. അനിജാൻ ഇപ്പോഴിത് തുടങ്ങല്ല, ഇപ്പൊ ഇത് തുടങ്ങണ്ട, മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ തുടങ്ങണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അപ്പം ഹസ്ബൻഡ് പറയും, എന്താ ഈ പാസ്റ്റർ ഇങ്ങനെ പറയുന്നത്, ഞാനൊരു നല്ല കാര്യം തുടങ്ങാൻ പോകുമ്പോൾ
എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പുള്ളി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പാസ്റ്റർ ഇതുകൊണ്ടാ പറയുന്നത്, നമുക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, ഫിനാൻസ് അതുകൊണ്ടുള്ള ഒരു പ്രയാസം കാരണം പറയുക എന്നുള്ളത് പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ദിവസം ഒരു 2 ചെടികൾ വാങ്ങിച്ച് 1000 രൂപയ്ക്ക് 2 ചെടികൾ വാങ്ങിച്ചു വെച്ചു. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. എന്തിനാ ഈ വെറുതെ പാഴ് ചെലവൊക്കെ കാണിക്കുന്നത്? അപ്പം പുള്ളിയുടെ സന്തോഷത്തിന് അത് വാങ്ങിച്ചു വെച്ചതാ. പുള്ളി എന്നോട് ഒരാഴ്ച അതിന്റെ പേരിൽ മിണ്ടാതിരുന്നു. ഞാൻ ഈ ട്രീറ്റ്മെന്റിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരാഴ്ച എന്നോട് മിണ്ടിയില്ല. നീ എന്ത് പറഞ്ഞാലും നെഗറ്റീവാ പറയുന്നത്, നമ്മൾ ഇത്രയും ദൈവം നടത്തിയില്ല, ഇതൊക്കെ നല്ല കാര്യമാണ്, വീടിന്റെ മുന്നിൽ 2 ചെടി വാങ്ങിച്ചു വെച്ചതിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു. ഞാൻ പൈസ വെറുതെ കളയണ്ടെന്ന് പറഞ്ഞതാ. എന്നാല് ഇതറിഞ്ഞു കഴിഞ്ഞു, ദൈവം എന്നെ നടത്തി. 8 കീമോയും എടുത്തു. ഞങ്ങള് എനിക്ക് 15 റേഡിയേഷൻ എടുത്തു. റേഡിയേഷന് മുമ്പേ തന്നെ ലെഫ്റ്റ് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. ആ സർജറിയിലൂടെ ഒക്കെ കടന്നു പോകാൻ ദൈവം സഹായിച്ചു. അപ്പോഴൊക്കെ എന്നെ കുഞ്ഞെന്നെ ഒരുപാട് ബലപ്പെടുത്തി. ഒന്ന് കിടന്നാൽ ഒരു പില്ലോ ഒക്കെ വെച്ച് എന്റെ കൈയൊക്കെ ഒന്ന് പൊക്കി വെച്ച് തരാനും എന്നെ ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് എല്ലാം എന്നെ കിടത്തുന്നതും എല്ലാം ഇവളാ എന്നെ സഹായിക്കുന്നതൊക്കെ. എന്റെ കൂടെ ഒന്ന് സഹായിക്കാൻ എന്റെ കൂട്ടുകാര് മാറി മാറി ഓരോരുത്തർ അവരെങ്ങനെ എനിക്കറിയത്തില്ല, ഡ്യൂട്ടിയൊക്കെ അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ ഹോസ്പിറ്റലിൽ വന്ന് നിന്ന് സഹായിക്കാന്. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഒരു സർജറി എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ നമുക്ക് ചുറ്റും കാണും. ഞാൻ നാട്ടിൽ സർജറി ചെയ്യുവാന്ന് എനിക്ക് ഇത്ര ആൾക്കാർ കാണത്തില്ല, അതുപോലെ ആൾക്കാർ എന്നെ ഇവിടെ താങ്ങി. എന്റെ സിസ്റ്റർ ആണേലും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എന്റെ നെയ്ബർ ആണേലും ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ദൈവം എന്നെ സഹായിക്കുന്നവരോടുകൂടെ എന്റെ പക്ഷത്തുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പം അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയെങ്കിലും ഞങ്ങളെ ദൈവം പിന്നെ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങള് 2022 ലാസ്റ്റ് ആയപ്പോഴത്തേന് പുള്ളിക്കാരന്റെ നാട്ടിലെ ബിസിനസ് ഒരു ഇലക്ട്രിക്കൽ ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് വളരെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നു. പുള്ളി നാട്ടിൽ സെറ്റിലായി. അങ്ങനെ മോളെ ഞാൻ ലീവ് ഈ 6 മാസത്തെ ഇത് കഴിഞ്ഞ് നാട്ടിൽ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ഫ്ലൈറ്റ് ഇല്ല. പിന്നെ മിനിസ്ട്രിയിൽ നിന്ന് ഫ്ലൈറ്റ് വിട്ട് ഞങ്ങൾ നേഴ്സസിനെ ഇങ്ങ് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. മോൾ അവിടെ ആയിപ്പോയി. അങ്ങനെ മോളെ അവിടെ സ്കൂളിൽ ചേർത്ത്. മോൾ ഇന്ന് 8ാം ക്ലാസ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ പറയും, എന്റെ കുഞ്ഞുങ്ങള് അവരെയൊക്കെ പഠിത്തത്തെ കുറിച്ചൊന്നും ഞാൻ ഭാരപ്പെട്ടിട്ടേ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഭാരപ്പെട്ടിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും പല അവസ്ഥകളിലൂടെ കടന്നുപോയി. ഞങ്ങൾ പോകുന്ന ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒന്നും ശ്രദ്ധിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെങ്കിൽ ദൈവം കരുണ കാണിച്ച് അവർക്ക് വേണ്ടുന്ന ബുദ്ധി കൊടുത്ത് അവർ നന്നായിട്ട് പഠിച്ച്. മോനാണേലും CBSE 7ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ICSE സിലബസിൽ അവിടെ കൊണ്ട് ചേർത്ത്. അവന് നല്ല 84-85% മാർക്കോടുകൂടി +2 പാസ്സായി. കുഞ്ഞ് ഇന്ന് ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോളും നന്നായിട്ട് പഠിക്കുന്നു. ദൈവകൃപയാല് ഞാൻ ഇന്നിപ്പോ ഇവിടെ ആയിരിക്കുന്നു. ചില നാളുകൾ കൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുകയാണ്. ഞാൻ ഓർക്കുക, ദൈവം അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയെങ്കിലും നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് തിരികെ കയറ്റി നമ്മുടെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം, വീണ്ടും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര് ആരെങ്കിലും ഈ ഭാരത്തിലൂടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഞാൻ പറയുക, കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തും. കർത്താവിന്റെ ശബ്ദം നമ്മൾ പലപ്പോഴും നാം കേൾക്കുന്നത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. പലപ്പോഴും നമ്മൾക്ക് അറിയാം, നമുക്ക് ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ അത് തൽക്കാലത്തേക്ക് അതൊന്നും ഒരു സന്തോഷമൊന്നും തരുന്ന ഒരു അനുഭവമല്ല. എന്നാൽ എന്റെ കർത്താവിന്റെ ഒരു വചനം അന്ന് ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നെന്ന് നീ ധ്യാനിച്ചു കൊള്ളണമെന്ന്. പിന്നെ ഞാൻ കണ്ട വാക്യം ഇതാ, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷമല്ല, ദുഃഖകരമാണ്. ഇല്ലേ? നമുക്ക് ആ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ തൽക്കാലം അത് സന്തോഷമൊന്നും അല്ല, ദുഃഖമാണ് എന്നില്ല. എന്നാലും പിന്നത്തേതിലും അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലമാണ് ലഭിക്കുന്നത്. വളരെ സമാധാനം ഞങ്ങൾ അനുഭവിച്ച ആ സമയത്ത് ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. കർത്താവ് കഷ്ടത്തിലൂടെ, പലപ്പോഴും നമ്മൾ കഷ്ടത്തിലായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. സ്തോത്രം. കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും ഒക്കെ തന്നാലും അതിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കരുത്. നമ്മുടെ കണ്ണ് നമ്മുടെ ഉപദേഷ്ടാവിനെ കാണുന്ന സമയം ആ കഷ്ടത്തിന്റെ സമയത്താ. ആ വാക്ക് കേൾക്കുന്നതും ദൈവത്തിന്റെ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നതും ആ കഷ്ടതയുടെ സമയത്താ. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദവും നമ്മൾ കേൾക്കുന്നത് ആ സമയത്താ. ദൈവം ഇത്രത്തോളം ദൈവം നടത്തി. വളരെ അനുഗ്രഹത്തോടെ എൻ്റെ അമ്മ ഇന്ന് സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. നാട്ടില് പുള്ളി ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ട് ഇന്നും നന്നായിട്ട് പോകുന്നു. ഇതുവരെയും ദൈവത്തിന് ഇപ്പോഴും പുള്ളി ചിലപ്പോഴൊക്കെ വളരെ എൻ്റെ അടുത്ത് പറയും, എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞാൻ അന്നേരം പറയും,
ഇത്രയും ദൈവം കൊണ്ടുവന്നില്ലേ, ദൈവം ഇത്രയും കൊണ്ടുവന്ന ദൈവത്തെ ഇതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ മതിയല്ലോ നമുക്കിനി മുന്നോട്ട് ജീവിക്കാൻ. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി എന്ന പോലെയൊക്കെ ഞങ്ങൾ കടന്നുപോയെങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കണക്ക് പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രാണനെതിരെ, നമ്മുടെ ജോലിക്കെതിരെയും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെയൊക്കെ ശത്രു ഇങ്ങനെയുള്ള ഓരോരോ കഷ്ടങ്ങളും പ്രയാസങ്ങളും പോരുകളും ഒക്കെ കൊണ്ടുവരുമ്പോഴും ദൈവം നമ്മുടെ ആയുസ്സിനെയൊക്കെ ദൈവം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാണനെ, അല്ലെ, നമ്മുടെ പ്രാണന് മീതെ കവിയാതെ, വെള്ളം പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയാതെ ദൈവം സൂക്ഷിക്കും. നമ്മുടെ വെള്ളം ഒഴുക്കി കളയാതെ നമ്മെ സൂക്ഷിക്കുന്ന അനേക വചനങ്ങൾ എന്നെ ദൈവം അന്നേരം ആ സമയത്ത് നമ്മൾ ബലപ്പെടുത്തി ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ മാസം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട മുറ്റത്തൊരു കൺവെൻഷൻ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. പലപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല. അങ്ങനെ ദേശത്താണേലും സഭയിലാണേലും അങ്ങനെ ആർക്കും അറിയത്തില്ല, ചുരുക്കം പേർക്ക് അറിയത്തുള്ളൂ. അപ്പൊ എന്റെ കർത്താവിനെ പലപ്പോഴും ഞാൻ ചോദിക്കും, എന്റെ കർത്താവെ, ഞാൻ എങ്ങനെയാ മുന്നോട്ട് വരേണ്ടത്, ഞാൻ എങ്ങനെ എന്റെ കർത്താവിനെ ഉയർത്തേണ്ടത്, ഞാൻ എങ്ങനെ എന്റെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയും. അങ്ങനെ അവിടെ വെച്ചൊരു മുറ്റത്തൊരു കൺവെൻഷൻ നടക്കുവാനും ആ ദേശത്ത് അത് വലിയൊരു അനുഗ്രഹമായി തീരാനൊക്കെ ദൈവം സഹായിച്ചു. ഇന്ന് ഞാൻ ഓർക്കുക, ഇന്നിങ്ങനെ ആസാദി ചാനലിലേക്ക് കടന്നു വരാനായിട്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം അങ്ങനെ ദൈവം ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ മുഖാന്തരം എന്റെ ആ സമയത്ത് ഞാൻ ഈ ആസാദി ചാനലിലെ പല അനുഭവ സാക്ഷ്യങ്ങളും എന്നെ ഒരുപാട് ബലപ്പെടുത്തി. ഞാൻ ആദ്യമായിട്ട് ആ ആസാദി ചാനലിൽ എനിക്ക് തോന്നുന്നു ഫേബ തോമസ് എന്ന് പറയുന്ന ആ മോളുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത് ആ സമയത്ത്. അത് ഞാൻ കിടന്നുകൊണ്ട് പല സാക്ഷ്യങ്ങളും കേൾക്കുന്നത്. പേഴ്സസ് ജോൺ എന്ന് പറഞ്ഞ ആ സിസ്റ്ററിന്റെ സാക്ഷ്യം എന്നെ ഒരുപാട് ബലപ്പെടുത്തിയതാ. ഞാൻ ആ സമയത്തൊക്കെ ആ സിസ്റ്ററെ ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആസാദി ചാനൽ ഞാൻ ഓർക്കുകയും അനേകർക്ക് ആശ്വാസമായിട്ട് തീരുന്നു. ഈ സാക്ഷ്യമാണല്ലോ മറ്റുള്ളവർക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും നമ്മുടെ കഷ്ടത്തിൽ നമുക്കൊരു ആശ്വാസമായിട്ടും എല്ലാം ഇത് പരിണമിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ആസാദി ചാനൽ ഫിന്നി പാസ്റ്റർ ആൻറ്റി സിസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്ന ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സിസ്റ്ററെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളിൽ ഞങ്ങൾ പ്രാപിച്ച ആശ്വാസം അനേകരുടെ ആശ്വാസത്തിന് കാരണമായി തീരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലെ ഭാഗങ്ങൾ. എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സിസ്റ്ററെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുക, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ. അത് ആ കഷ്ടങ്ങൾ വരുമ്പോൾ സഭ പ്രാർത്ഥിക്കുന്നു, സഭയുടെ പ്രാർത്ഥന സൗഖ്യമാകുന്നു, അത് ഞങ്ങൾക്ക് ആശ്വാസമാകുന്നു. ഞങ്ങളുടെ ആശ്വാസം അനേകരുടെ ആശ്വാസത്തിന് കാരണമായി തീരുന്നു. ആസാദിയിലൂടെ അന്ന് സിസ്റ്റർ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദൈവമക്കൾ പറഞ്ഞ സാക്ഷ്യങ്ങളിലെയും വാചകങ്ങൾ നമ്മളെ ബലപ്പെടുത്തി. ആ ബലമാണ് ഇന്ന് സിസ്റ്റർ പറയുന്ന സാക്ഷ്യത്തിലൂടെ അനേകരെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ അനവധി പ്രതിസന്ധികൾ കടന്നു വരാം. എന്നാൽ കർത്താവിൻ്റെ കരം പിടിച്ച് ജീവിക്കുമ്പോൾ അതെല്ലാം അതിജീവിച്ച് നമ്മെ സാക്ഷികളാക്കി കർത്താവ് നിർത്തുകയാണ്. ഒറ്റയ്ക്ക് നടന്നാൽ നമ്മളൊക്കെ തളർന്നു പോകുമായിരുന്നു. എന്നാൽ കുരിലിൻ്റെ താഴിൽ കൂടെ കടക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് കൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദത്തം. അവിടുന്ന് കൂടെ നടന്നു, താഴ്വര കഴിഞ്ഞ് അങ്ങേപ്പുറം കയറിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ ഒരു സാക്ഷിയാക്കി കർത്താവ് നമ്മെ നിർത്തിയിരിക്കുക. നമ്മെ കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റി. അതുകൊണ്ട് നമ്മൾ സാക്ഷ്യം പറയാൻ വരുന്നത്. യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാചകമുണ്ട്, മനുഷ്യന് ഭൂമിയിൽ യുദ്ധസേവയുണ്ട്. ജനിക്കുമ്പോൾ മുതൽ മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ യുദ്ധങ്ങളാണ് നമ്മളൊക്കെ ചെയ്തതല്ലേ. സിസ്റ്റർ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, 40-45 വയസ്സൊക്കെ ആകുമ്പോൾ അനേകം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. സൗന്ദര്യമുണ്ട്, എല്ലാമുണ്ട്, എന്നാൽ ആയുസ് കിട്ടാതെ അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അതൊരു യുദ്ധമാണ് അല്ലേ. അതൊരു യുദ്ധമാണ്. അങ്ങനെ ഒരു യുദ്ധം, അങ്ങനെ ഒത്തിരി യുദ്ധങ്ങൾ ചെയ്താണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്.
ആ യുദ്ധം ചെയ്യാനുള്ള ബലമൊന്നും മനുഷ്യ ശരീരത്തിനില്ല, മനുഷ്യ ശക്തിക്കില്ല, മനുഷ്യ ബുദ്ധിക്കില്ല, മനുഷ്യാത്മാവിനില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളൊക്കെ ആ യുദ്ധങ്ങൾ ജയിക്കുന്നതിൻ്റെ കാരണം യുദ്ധത്തിൽ വീരനായവൻ, സൈന്യങ്ങളുടെ അധിപനായവൻ നമ്മളോടുകൂടി ഉള്ളത് കൊണ്ടാണ്. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം സങ്കീർത്തനത്തിലുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം എന്താകുമായിരുന്നു? നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ ബലവും അല്ല. യുദ്ധ ദിവസത്തിനായി കുതിരകളെ ചമയിക്കുന്നു, ജയമോ യഹോവയിൽ നിന്ന് വരുന്നു. എല്ലാ യുദ്ധങ്ങളെയും ജയിപ്പിക്കുന്നത് കർത്താവാണ്. ഞാനും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും ഇന്ന് സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ട ദീപ്തി സിസ്റ്ററുമൊക്കെ നമ്മളെല്ലാം യുദ്ധം ചെയ്യുന്നവരാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാപ്തിയല്ല, കർത്താവാണ് യുദ്ധത്തിൽ വിജയം തരുന്നത്. ആ വാക്കുകൾ നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ ഒത്തിരി യുദ്ധം ചെയ്യുന്നവരുണ്ടോ? ഒരിടത്ത് ഹസ്ബൻഡ് കിഡ്നിയുടെ വിഷയങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് റിക്കവറായി വരുന്ന സമയത്ത് തന്നെ മറുഭാഗത്ത് മറ്റൊരു കൊടുങ്കാറ്റ്. രണ്ട് സൈഡിൽ നിന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കരം പിടിച്ചതാ ഇന്നീ സാക്ഷിയാക്കി നിർത്തുവാൻ കാരണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നാല് പുറത്തു നിന്നും കാറ്റുകളടിച്ച്, കൊടുങ്കാറ്റുകളടിച്ച് ആ പടക് മുങ്ങാറായ അവസ്ഥ പോലെ, ഗലീല കടലിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പടക് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലെത്തി. എന്നാൽ കടലിന്മേൽ നടന്ന് അടുക്കൽ വന്ന് ശാന്തത പ്രഖ്യാപിച്ച കർത്താവ് നമുക്കെതിരെയുള്ള കാറ്റുകളെയും അവിടുന്ന് ശാന്തമാക്കും. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ദീപ്തി സിസ്റ്ററും കുടുംബവും അതിജീവിച്ചു. കർത്താവ് അവരുടെ യുദ്ധങ്ങളിൽ വിജയം നൽകി. കാരണം ജയമോ യഹോവയുടെ പക്ഷത്ത് നിന്നാണ് വരുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും യേശു കർത്താവ് ഒരു ജയം നൽകും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് കൃത്യമായി സംസാരിക്കുകയാണ്. നിങ്ങളുടെ യുദ്ധങ്ങളിൽ ജയം നൽകും. നിങ്ങൾക്കെതിരെയുള്ള ശാപങ്ങൾ, അതിനെ നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്കെതിരെയുള്ള ആഭിചാരങ്ങൾ, അതിനെ നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്കെതിരെയുള്ള പൈശാചിക ബന്ധനങ്ങളെ നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്കെതിരെയുള്ള എല്ലാ കാറ്റിനെയും യേശു ശാന്തമാക്കും. യേശു നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കെ. ആ കാറ്റുകളെല്ലാം ശാന്തമാകും. കാറ്റുകളെല്ലാം ശാന്തമാകും. നിങ്ങൾ അതിജീവിക്കും. മാനുഷിക ശക്തി കൊണ്ടല്ല, മാനുഷിക കരുത്തുകൊണ്ടല്ല. ഇയ്യോബ് എന്ന വ്യക്തി അവൻ്റെ യുദ്ധങ്ങളിൽ അവൻ ജയിക്കാൻ കാരണം, മനുഷ്യന് ഭൂമിയിൽ യുദ്ധസേവയുണ്ട്. മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത്. ഇതൊക്കെ സമൂഹം പറയുന്ന ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പക്ഷെ ഇയ്യോബ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിരാശയുടെ വാക്കുകളല്ല. മനുഷ്യന് ഭൂമിയിൽ കഷ്ടമുണ്ട്, യുദ്ധസേവയ്ക്കായി ജനിക്കുന്നു, എൻ്റെ അവസ്ഥയും ഇങ്ങനെ, ഞാൻ തീർന്നു എന്നല്ല ഇയ്യോബ് പറഞ്ഞത്. ഇയ്യോബ് പറഞ്ഞ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കും. എനിക്ക് നിങ്ങൾക്കും ഇന്ന് ഈ രാത്രി ഈ സന്ദേശം, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കും പറയാനുള്ളത്, മൈ റെഡീമർ ലീവ്സ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിവേൽ നിൽക്കും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. മനുഷ്യന് ഭൂമിയിൽ യുദ്ധസേവയുണ്ട്. ഇയ്യോബ് അതിജീവിച്ചത് വിശ്വാസത്താലാണ്. വിശ്വാസമുണ്ടോ, നാമും അതിജീവിക്കും. വിശ്വാസമുണ്ടോ, നാമും ഓവർകം ചെയ്യും. ഇരിക്കുന്നിടങ്ങളിലിരുന്നു കൊണ്ട് വായെ തുറന്നു പറഞ്ഞാട്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കും. യേശുവിൻ്റെ വാഗ്ദത്തങ്ങളിൽ വളരെ ശക്തിയുള്ളൊരു വാഗ്ദത്തമാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നാം പാടാറില്ലേ, താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല.
ബിക്കോസ് ഹി ലീവ്സ്, അവൻ ജീവിക്കുന്നത് കൊണ്ട്, യേശു ജീവിക്കുന്നത് കൊണ്ട്. മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ എന്തിനാണ് ഇങ്ങനെ ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുന്നത്? നിന്റെ രാജാവ് നശിച്ചു പോയോ? നിന്റെ അകത്ത് നിന്റെ മന്ത്രിയില്ലയോ? ആ ചോദ്യം വളരെ ശക്തമാകട്ടോ. അതിനെ പുതിയ നിയമഭാഷയിലേക്കൊന്ന് മാറ്റിയാൽ, നീ എന്തിനാ ദൈവം ഇതിലെ ഇത്ര കരഞ്ഞ് നിലവിളിക്കുന്നത്? നിന്റെ രാജാവ് ജീവനോടില്ലേ? മീഖായുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ ഒരു വാക്യം. യേശു ജീവിക്കുന്നില്ലേ? യേശു ജീവിക്കുന്നെങ്കിൽ എന്തിനാണ് കരഞ്ഞ് നിലവിളിച്ച് തകർന്നു പോയവനെ പോലെ നീ ആയിരിക്കുന്നത്? നിന്റെ അകത്ത് മന്ത്രിയില്ലയോ? യേശു രാജാവാണെങ്കിൽ നമ്മുടെ കൗൺസിലർ, മന്ത്രി എന്ന് പറയുമ്പോൾ കൗൺസിലർ അല്ലേ? ആരാണ്? പരിശുദ്ധാത്മാവ്. യേശു ജീവിക്കുന്നു, പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ കണ്ണീരടക്കുക, കണ്ണുനീരടക്കുക. ഹല്ലേലൂയ. നിലവിളി ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷമാക്കി കർത്താവ് മാറ്റും. കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കും. പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവപരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദൈവാത്മാവ് ചിലരെ നോക്കിയിട്ട് ഇന്ന് ഈ രാത്രി ഈ വീഡിയോയിലൂടെ ദൂത് പറയുക: നിങ്ങളുടെ യുദ്ധങ്ങളിൽ നിങ്ങൾ ജയിക്കും. പിന്നെയും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെ ഘോഷം നിങ്ങളുടെ കൂടാരങ്ങളിൽ വരും. കണ്ണുനീരിൻ്റെ ദിനങ്ങൾ മാറിപ്പോകും. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെ ഘോഷം നിങ്ങളുടെ കൂടാരങ്ങളിൽ വരും. ദൈവാത്മാവിൽ ഞാൻ കാണുക ഡേയ്സ് ഓഫ് സെലിബ്രേഷൻ, ഡേയ്സ് ഓഫ് സെലിബ്രേഷൻ. നിങ്ങൾ ഏതെങ്കിലും സെലിബ്രേഷൻ ദുഃഖം കൊണ്ട് ക്യാൻസലായി പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന ചിലരുടെ പരിശുദ്ധാത്മാവ് പറയുന്നു. കാരണം ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ദൈവാത്മാവ് എനിക്കൊരു വിഷൻ തന്നു. ആ വിഷൻ ഇങ്ങനെയാണ്: സെലിബ്രേഷൻ. ദൈവാത്മാവിനോട് പറയുക, ഏതെങ്കിലുമൊക്കെ തകർച്ചയിലൂടെ കടന്നുപോയി, ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യണ്ട. ഈ വർഷം എനിക്ക് ആഘോഷങ്ങൾ ഇല്ല എന്ന ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളോടായി പരിശുദ്ധാത്മാവ് പറയുന്നു, God want to bring back the days of celebration in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷത്തിൻ്റെ ദിനങ്ങളെ കർത്താവ് തിരിച്ചു കൊണ്ടുവരും. ദൈവസന്നിധിയിൽ ഉല്ലസിക്കുന്ന, ആനന്ദിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് യഹോവ എൻ്റെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്തു എന്ന് പറയുന്ന, വരുവീൻ ഞാൻ വിവരിക്കാമെന്ന് പറയുന്ന ഭക്തന്മാരോട് പറയുക: യഹോവ ഭക്തന്മാരെ വരുവീൻ, വന്ന് കേൾക്കുവീൻ, യഹോവ എൻ്റെ ജീവിതത്തിൽ ചെയ്തതിനെ ഞാൻ വിവരിക്കാമെന്ന് പറയുന്ന സാക്ഷ്യത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ദിനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ അത് സ്ഥാപിക്കപ്പെടട്ടെ. ആ ദിനങ്ങൾ വരട്ടെ. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഹാബാ ഷെഖിൽ താലംഷൽ ഖമന. പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും നിങ്ങളിരിക്കുന്നിടങ്ങളിൽ സാധാരണ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. മാറ്റമില്ലാത്ത ദൈവശബ്ദം കർത്താവ് ഇന്ന് രാത്രി മുഴങ്ങുമ്പോൾ, കർത്താവ് നിന്റെ വാക്കുകളും വാഗ്ദത്തങ്ങളും ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ അസാധാരണ ദൈവ പ്രവർത്തിക്കായിട്ട് വെളിപ്പെടട്ടെ. കണ്ണുനീരിനെ കണ്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്ന് എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീരിനെ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ കർത്താവ്, ചില കണ്ണുനീരിനെ കണ്ട്, ചില നിലവിളികളെ കേട്ട്, ചില വ്യക്തികളുടെ മേൽ, ചില ജീവിതങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇന്ന് രാത്രി വെളിപ്പെടുത്തട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം. ചില വ്യക്തികൾ ഹീലാകട്ടെ. ശാരീരിക വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. അസ്ഥികളുടെ ഒടിവുകൾ, ചതവുകൾ, അതിൻ്റെ വേദനകൾ, ഹമ്മലാമ രാംധന, ചില അസ്ഥിയോട് ചേരുന്ന സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ചില നിരാശകൾ മാറിപ്പോകുക, ചില ഭയത്തിൻ്റെ ആത്മാവ് മാറിപ്പോകുക, ചില അന്ധവിശ്വാസത്തിൻ്റെ ശക്തികൾ മാറിപ്പോകുക. ഞങ്ങൾ ദൂരീകരിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിലുള്ള ചില കുഞ്ഞുങ്ങളുടെ മേൽ വിടുതൽ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഉദരത്തിലുള്ള ചില കുഞ്ഞുങ്ങളെ നോട്ടമിടുന്ന അന്ധകാരങ്ങൾ മാറിപ്പോയി. വലിയ ദൈവപ്രവർത്തിക്കായി ആ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ തന്നെ
എന്നെ തിരഞ്ഞെടുത്ത് ആരോഗ്യവും ബലവും ശക്തിയും ജീവനും നൽകി പുറത്തു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ ചില ഗർഭസ്ഥ ശിശുക്കളുടെ മേൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കട്ടെ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ കാണുകയാ. അൽമാ ലാമ ഷഖന റംഷൽ ഖമന ചില ഉദരഫലങ്ങളുടെ പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി കൺസേൺഡായിട്ട് പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ ഇന്ന് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ആ ഉദരഫലത്തിന്മേൽ ദൈവിക വിടുതൽ വെളിപ്പെടുക. ഫലത്തെ നഷ്ടമാക്കുന്ന സകല പോരുകളെ ഞങ്ങൾ ശാസിക്കുന്നു, അമർ ചെയ്യുന്നു, മാറിപ്പോവാൻ കൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. ജയ്പാൽ തൂൽപൽ റംഷൽ ഖമന അതുൽ പംഷൽ ഖമന. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദീപ്തി സിസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സാധാരണ ദൈവശക്തി നിങ്ങളുടെ മുറികളിൽ വെളിപ്പെട്ട് വരിക. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ സ്തോത്രം. എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ദൈവം ചെയ്ത പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. വിവരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ആരെങ്കിലും കർത്താവേ സ്തോത്രം രോഗത്തിന്റെ കർത്താവെ ഭാരത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ദൈവമേ സ്തോത്രം, ഇത് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ആശ്വാസമായി പരിണമിക്കണം. അവരുടെ വിശ്വാസം വർദ്ധിക്കണം കർത്താവേ. അവരുടെ ജീവിതത്തിൽ കർത്താവ് വേണ്ടുന്ന വിടുതലുകൾ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം തരുന്ന കർത്താവ്. ഹല്ലേലൂയ. ദൈവമേ, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ഭാരത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ചാനലിനെ ദൈവം കർത്താവെ അവിടുന്ന് കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. ഹല്ലേലൂയ. ചാനലിനെ ദൈവം അനുഗ്രഹിക്കണം. ആസാദി ചാനലിനെ ദൈവം അനുഗ്രഹിക്കണം. പാസ്റ്റിനെ കർത്താവെ, പിന്നെ പാസ്റ്റിനെ സാൻഡിസിനെയും കർത്താവെ ഹല്ലേലൂയ ബലപ്പെടുത്തണം, സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്ലോട്ട് അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. എത്രത്തോളം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് പിച്ചം പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സകല യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ദീപ്തി സിസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഒന്നിച്ച് ഒരു കല്യാണം കൂടി, പക്ഷേ അന്ന് സംസാരിപ്പാനൊന്നും പറ്റിയില്ല. ഞാൻ കണ്ടു, പക്ഷെ അറിയത്തില്ലല്ലോ. എനിക്ക് അറിയത്തില്ലായിരുന്നു അന്നേരം, അതുകൊണ്ടാണ്. ഞാൻ വന്നു സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതെ, പലരും വന്ന് സംസാരിക്കൂല സിസ്റ്റർ. അപ്പൊ നമ്മൾ ഇങ്ങനൊരു സാക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ അറിയത്തില്ല. ഇത് നമ്മള് കഴിഞ്ഞ ദിവസമാണല്ലോ. അതെ, AGDMC-യുടെ ഇതിനകത്ത് സാക്ഷ്യം വന്നായിരുന്നു. അതിനുശേഷം ശിവാൻഡി പറഞ്ഞു അതെ നമ്പർ തന്നത്. താങ്ക് യു സിസ്റ്റർ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. Thank you for